കോരകിന്റെ മത്സരം, എല്ലായിടത്തും മത്സരമല്ലേ. എങ്ങനെയും ഒരു കസേര ചാകുന്നതിന് മുന്നേ ആ കസേരയിലൊന്ന് ഇരിക്കണം. എനിക്കതിൽ ഇരുന്ന് കഴിഞ്ഞേച്ചൊന്ന് ചാകണം. മിടുക്കന്മാർ പറഞ്ഞ് എനിക്കതിൽ ഇരുന്നുകൊണ്ട് ചാകണം. ഓക്കെ, നിങ്ങൾക്ക് കസേരയോടെ കൊണ്ട തന്നെ എന്നെ മത്സരം ആഭിചാരദോഷം പോലെ. വീട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം മത്സരിച്ചാൽ അത് ആഭിചാര ശക്തിയാണ്. സ്തോത്രം. അവിടെ നമ്മളിരുന്ന് പറയാ, പക്ഷേ ഇന്നാളൊരാൾ വന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു, നിങ്ങൾക്കെതിരെ ആരാണ്ട് ചെയ്തിട്ടുണ്ടെന്ന്. ചുമ്മാതാ, നീ കിടന്ന് മത്സരിക്കുന്നത് നിനക്ക് തന്നെ നായവാ, അല്ല അപ്പുറത്തുകാർ ചെയ്തതൊന്നുമല്ല. അപ്പോൾ യൂദയുടെ ലേഖനം ലേഖനങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ ലേഖനമാണ്. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കാര്യമാ. ഒന്നുകൂടെ പറയാ. പണ്ടൊരു വല്യമ്മ പറയുന്നത് തൂങ്ങിച്ചത്തെങ്കിലും ലേഖനം തന്നേച്ച് പോയെന്ന്. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാ, സന്ദർഭം വന്നുകൊണ്ടെന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പൊ തൂങ്ങിച്ചത്ത യൂദ അല്ലല്ലോ ഈ ലേഖനം എഴുതിയത്. പിന്നെ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ, ആ യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരൻ. അമ്മ ഒന്ന, ജനനം രണ്ട് വിധത്തിലാണ്. നിങ്ങൾക്കറിയാം. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം അമ്മ വീണ്ടും മക്കൾക്ക് ജന്മം കൊടുത്തു. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെന്നുള്ള പ്രയോഗമൊക്കെ പലയിടങ്ങളിലും വന്നിരിക്കുന്നതും. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യത്തിലും മറ്റ് ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ പദപ്രയോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. തെളിവിന് വേണമെങ്കിൽ ഒരു വാക്യം ഒന്ന് വായിച്ച്, നമുക്കറിവുള്ള കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ട് അവരുടെ അറിവിനാ. ഒന്ന് വായിച്ചു. ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂദ ശിമോൻ എന്നവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവരുടെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലേ എന്ന് പറഞ്ഞു. ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂദ ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചൻ അല്ലയോ എന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇകഴ്ത്തിയതാണ്. സ്തോത്രം. നമ്മളെ അങ്ങനെ അതാണല്ലോ ഇഷ്ടം. തച്ചൻ ഒന്ന് ഇകഴ്ത്തി പറഞ്ഞതാ. പക്ഷെ കർത്താവിന് ഇതൊന്നും വിഷയമല്ല. അവിടുത്തേക്ക് അറിയാം അവിടുന്ന് എവിടുന്നാ വന്നെന്നും ആരുടെ മകനാണെന്നും. സ്തോത്രം. ഇനി എന്തുവാ ചെയ്യാൻ പോകുന്നെന്നും ചെയ്ത അനന്തരം എങ്ങോട്ടാ പോകുന്നെന്നും ഒക്കെ നല്ല ഉറപ്പുണ്ട് യേശുവിന്. അതുകൊണ്ട് ഈ ഇകഴ്ത്തുകളൊന്നും യേശുവിന് വിഷയമല്ല. ദൈവമക്കൾക്കും അത് പാഠമായിരിക്കണം. സ്തോത്രം. നിന്നെ താഴ്ത്തി കെട്ടുമ്പോൾ, നിന്നെ തകർത്ത് കളയുവാൻ നോക്കുമ്പോൾ, നമ്മെ ഇകഴ്ത്തി കെട്ടുമ്പോൾ ക്ഷീണിക്കരുത്. ആമ എവിടുന്ന് വന്നെന്നും എന്തിനാ വന്നെന്നും എന്തുവാ ചെയ്യുന്നെന്നും എന്തൊക്കെ ചെയ്യുമെന്നും ഇനി എങ്ങനെ ആകുമെന്നും ഇത് ചെയ്തേച്ച് എങ്ങോട്ട് പോകുമെന്ന് നല്ല ഉറപ്പുണ്ടായിരിക്കണം. ഇനി ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ ഇണയില്ല കൂറും പ്രഭു ഓലരാപകൽ ഞരങ്ങുന്നു സൂര്യലോക ചേരുവാൻ നാഥ ഞരങ്ങുന്നു സൂര്യലോക ചേരുവാൻ എന്റെ മണവാളനെ എന്നിൽ കഴിഞ്ഞവനെ നിന്റെ വരവിനു താമസം ഏറെയാകുമോ വരവിനു താമസം ഏറെയോ. ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂദ ശിമോൻ എന്നിവരുടെ സഹോദരനായ തച്ചനല്ലയോ? കൊച്ചാക്കാൻ നോക്കിയതാ. തച്ചനെന്നുള്ള പ്രയോഗം കേട്ടിട്ട് യേശു കൊച്ചായുമില്ല. സ്തോത്രം. നിങ്ങളെ പറ്റി, നിങ്ങളുടെ കുടുംബത്തെ പറ്റി, വ്യക്തികളെ പറ്റി, ദൈവദാസന്മാരെ പറ്റി, ദൈവസഭകളെ പറ്റി, ശുശ്രൂഷകളെ പറ്റി പല കാര്യങ്ങൾ ആ വിധത്തിൽ ഇകഴ്ത്തുമ്പോൾ ക്ഷീണിക്കരുത്. നമുക്കൊരുറപ്പുണ്ടായിരിക്കണം. സ്തോത്രം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാളൊരു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, ഒരുത്തൻ ഇപ്പൊ ഉദാഹരണത്തിന് തോമസ് കുട്ടിച്ചാന് മുഖത്ത് നോക്കി
ക്ഷമിക്കണേ, ഞാനങ്ങ് പറയാം, നമ്മളായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. തോമസ് അടിച്ചാൻ്റെ മുഖത്ത് നോക്കി ഒരുത്തൻ അവിടെ ഇരുന്ന് വിളിക്കുക, കൊരങ്ങ എന്നങ്ങ് വിളിക്കുകയെന്ന് വരിക. കൊരങ്ങനല്ലെന്നൊന്നും പറയണ്ട, ഞാൻ കൊരങ്ങനല്ല. തെളിയിക്കാനും പോകണ്ട. ആണോ? വേണ്ട, പുള്ളിക്കറിയാമല്ലോ കൊരങ്ങനല്ലെന്ന്. പുള്ളിയെ അറിയാവുന്നവർക്കും അറിയാമല്ലോ. ഇപ്പം അത്ര പറയുന്നുള്ളൂ. യേശുവിന് നല്ല ഉറപ്പുണ്ട് എവിടുന്നാ വന്നത്, ആരാ അയച്ചത്, എന്തിനാ വന്നത്, എന്താ ചെയ്യുന്നത്, ഇനി എന്തൊക്കെ ചെയ്യും, ഇത് ചെയ്ത് കഴിഞ്ഞ് എങ്ങോട്ട് പോകും. ദൈവമക്കൾക്ക് ഈ ഉറപ്പുണ്ടായിരിക്കണം. ഈ ഉറപ്പോടെ നീ മുൻപോട്ട് യാത്ര ചെയ്താൽ ഒരു കുഴപ്പവും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിനെ കൊച്ചാക്കി ആ ഭാഗം പോട്ടെ. അപ്പൊ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കർത്താവിന് അർത്ഥ സഹോദരന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ആ യൂദയുടെ ലേഖനത്തിൽ നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. മറ്റു ലേഖനങ്ങളിലൊക്കെ ധാരാളം വാക്യങ്ങൾ, യോഹന്നാന്റെ 2 ലേഖനം ഒഴിച്ച് ആ ലേഖനങ്ങളിലൊക്കെ വാക്യമുണ്ട്. യൂദയുടെ ലേഖനത്തിൽ ധാരാളം വാക്യങ്ങളൊന്നുമില്ല. എല്ലാം കൂടെ പരിശോധിച്ചാൽ 25 വാക്യമേ ഉള്ളൂ. ആകെ 25 വാക്യമേ ഉള്ളൂ. ഈ 25 വാക്യമേ ഈ ലേഖനത്തിനകത്തുള്ളൂ എങ്കിലും എൻ്റെ ശൈലി ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സകല വിഷയങ്ങളും ഈ ലേഖനത്തിലുണ്ട്. 25 വാക്യമേ ഉള്ളെങ്കിലും മുഴുവൻ വിഷയങ്ങളും ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ വിഷയമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സൃഷ്ടിയുടെ ഉത്ഭവം മുതൽ, അല്ലെങ്കിൽ സൃഷ്ടിപ്പിന്റെ ഉത്ഭവത്തിന് മുമ്പ് മുതൽ, ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിന് മുമ്പ്, അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന്റെ ആരംഭത്തിന് മുൻപ് മുതലുള്ള കാര്യം, ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ഭൂലോകത്തെ ഈ വിധത്തിൽ ക്രമീകരിക്കുന്നതിന് മുമ്പ്, ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ അങ്ങ് ദൂതലോകത്തെ വിഷയം മുതലാണ് യൂദ തെളിയിച്ചിരിക്കുന്നത്. ദൂതലോകത്തെ വിഷയം. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ ഈ ലേഖനം പഠിക്കുമ്പോൾ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂദ തെളിയിച്ചിട്ടുണ്ട്. 2 വാക്യം അറിവുള്ള വാക്യമാ എങ്കിലും സന്ദർഭോചിതമായിട്ട് 2 വാക്യം ഒന്നുകൂടെ വായിക്കാം. 6-ാമത്തെ വാക്യവും അതിന്റെ 18-ാമത്തെ വാക്യവും. 6-ാം വാക്യം പ്രാരംഭത്തിൽ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ. അപ്പോൾ വാസസ്ഥലം കാത്തുകൊള്ളാതെ വാഴ്ച വിട്ടുപോയ ദൂതന്മാരുടെ ചരിത്രം മുതലാണ് യൂദ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് അത്രയ്ക്ക് ഈടുറ്റ ലേഖനമാണ്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ. അപ്പോൾ ഒന്നുകൂടെ തെളിച്ചങ്ങ് പറഞ്ഞാൽ, സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതലോകത്തെ വിഷയം മുതലാണ് യൂദ എഴുത്ത് ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ചെറിയ ലേഖനമല്ല, ഈടുറ്റ ലേഖനമാണ്. എനിക്ക് ഈ ദൈവദാസന്മാരെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എനിക്ക് ഹെൽപ്പായിട്ടായിരിക്കുന്നത്, അതുകൊണ്ട് അഭിനന്ദിക്കുന്നു. ചിലടത്ത് എന്നാൽ ഇങ്ങനെ സ്തോത്രം ആരെ വിടുങ്ങേണ്ടെന്ന് ഓർത്ത് നോക്കിയിരിക്കാറുണ്ട്. ഇപ്പം ഈ ദിവസങ്ങളിലാന്നേ ചെല്ലുന്നിടത്തെല്ലാം ഇങ്ങനെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രസന്നവദനരായിട്ട് ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്നു, അഭിനന്ദിക്കുന്നു, വീണ്ടും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. പിന്നെ എനിക്കിതൊന്നും വിഷയമല്ല. പണ്ട് ഞാൻ നാളെ സഭയിലും പറഞ്ഞതാ, നമ്മുടെ തെക്കേത്തുണ്ടിയിലെ ഈ ടി വി തോമസ് സാറിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ പെങ്ങള്, ടി വി തോമസ് സാറിൻ്റെ പെങ്ങള് തട്ടയിലെ ആരിപ്പ് കുഞ്ഞമ്മ സാറ് പറഞ്ഞുള്ള അറിവായി എനിക്ക്. അപ്പം അമ്മച്ചി ദീനമായിട്ട് കിടന്നപ്പം മരുന്നെടുക്കണമെന്ന് പിള്ളേർ എന്ന് പറഞ്ഞെന്ന് പോലും. അപ്പം അമ്മച്ചി, പിള്ളേരൊക്കെ ഡോക്ടർമാരുമൊക്കെ ആയപ്പോൾ അമ്മച്ചി അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞെന്നാണ് പറഞ്ഞത്, ഓ നല്ല കിഴക്കൻ വെള്ളത്തിൽ പമ്പയാറ് നീന്തി കിടന്ന ഞാൻ ഈ കൈത്തോട് കൊണ്ട് ഇനി പേടിക്കുന്നില്ലെന്ന്. പമ്പയാറേ നല്ല ഒഴുക്കിലിങ്ങോട്ട് വന്നത്, ഇരുകര മുറ്റി ഒഴുകി. അന്നേരം ഞാൻ അമ്മച്ചിയുടെ ഭാഷയാണ്, കച്ചമുറി എടുത്ത് കുത്തി നീന്തി കയറിയതാണ് പമ്പയാറ്. പിന്നെ ഇപ്പം ഈ കൈത്തോടൊന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്തോത്രം സ്തോത്രം.
പിടകളാലെ വലയും നിൻ മക്കൾ പിടകളാലെ പീഡകളാലെ വലയും നിൻ മക്കൾ വീടൊന്നു കണ്ടു വിശ്രാമം വീടൊന്നു കണ്ടു വിശ്രാമം വരുവാൻ താമസമാമോ താമസമാമോ നാദ വരാന താമസമാമോ. ഞാന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടും. എന്നെ പറ്റിയുള്ള ഒരു വിഷയം പാട്ടാന്ന സ്തോത്രം. അത് ഇന്ന് ഇപ്പം ഇവരോടുള്ളത് കൊണ്ട് ഇടയ്ക്ക് ഈ രണ്ട് ശില പാടുവേ. അല്ല, അധ്യക്ഷൻ്റെ അനുവാദം കൂടെ. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ ഈടുറ്റി ആഴമേറിയ ലേഖനമാണ് യൂദകളുടെ ലേഖനം. അപ്പോൾ സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതലോകത്തെ വിഷയം മുതലാണ് യൂദ ഈ ലേഖനം അങ്ങോട്ട് എഴുതാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് ഈടുറ്റ ലേഖനമാണ്. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ നാം പഠിച്ചു വരുമ്പോൾ അന്ത്യകാല വിഷയം വരെ യൂദ എഴുതിയിട്ടുണ്ട്. 18-ാമത്തെ വാക്യം, അന്ത്യകാല വിഷയം. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, അന്ത്യകാല വിഷയം വരെ യൂദ ഈ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഭൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂദ എഴുതി ചേർത്തിരിക്കുക. അപ്പൊ ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാ, ആഴമേറിയ ലേഖനമാണ്. ഇത് ഈ ലേഖനത്തിന്റെ വേറൊരു വിശേഷത നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിന്റെ പിറകിലാണ് ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. ചരിത്രം വെച്ച് പഠിച്ചാൽ, എഴുതിയ കാലക്കണക്ക് അനുസരിച്ച് പഠിച്ചാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിലല്ല കൊടുക്കേണ്ടത്. എന്നാൽ വിഷയാവതരണത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് പിറകിലാണ് ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. അതിന് വേദ പഠിതാക്കൾ പറയുന്ന ഒരു അഭിപ്രായം, നിത്യത എന്ന വിഷയം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. നിത്യത. മറ്റു ലേഖനങ്ങളെല്ലാം നിത്യതയെ പറ്റി പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പല വാക്യങ്ങൾ പല ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. നമുക്കറിവുള്ള വാക്യം 24, 25 തിരുവെഴുത്തുകൾ വായിച്ചാട്ടെ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനും വളരെ ശ്രദ്ധേയമാണ്. സർവകാലത്തിനും മുൻപും ഇപ്പോഴും സദാകാലത്തോളം. രണ്ട് പദമാണ് എഴുന്നവിടെ നിൽക്കുന്നത്. സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളം. അപ്പൊ സർവകാലത്തിനും മുമ്പും സദാകാലത്തോളം ഈ രണ്ട് പദങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ വേദപണ്ഡിതാക്കൾ പറയുന്നത് അത് നിത്യത എന്ന പദമാണ്. അപ്പോൾ നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പിറകിൽ ഇത് കൊണ്ട് കൊടുക്കാനുള്ളതിന്റെ ഒരു കാരണം, നിത്യത എന്ന പദമേ യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണെന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകം. ഒരല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ. അതുകൊണ്ടാണ് ആ വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് പുറകിൽ ഈ പുസ്തകം കൊണ്ട് കൊടുത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ നിത്യത എന്ന് പറഞ്ഞേച്ച് എൻ്റെ ഭാഷ പറഞ്ഞ നേരെ നിത്യതയിലോട്ട് പോവുക. അപ്പൊ ഇടയ്ക്ക് കയറി എന്ന് പറയാ, ഇപ്പോൾ ആരും നിത്യതയിൽ പോകുന്നില്ല. നമ്മളെ സാധാരണയൊക്കെ മരണ വീടുകളിൽ കാണാറുണ്ട് പാപ്പച്ചൻ നിത്യതയിൽ. ചിന്നമ്മ നിത്യതയിൽ. പാപ്പനും ചിന്നയൊന്നും ഇപ്പം നിത്യതയിൽ പോവുകയല്ല.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് വേർപാട് പാലിച്ച് മരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഇപ്പം നിത്യതയല്ല, അവർ കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുക. ആത്മിക ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിൽ ഇപ്പോൾ മറഞ്ഞിരിക്കുക. ഇപ്പം ആരും നിത്യതയിലോട്ട് കയറുകയില്ല. ഒക്കെ സമയമാകട്ടെ. സ്തോത്രം. പിന്നെ നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. പാപ്പച്ചൻ തർക്കം വരും, വിവാദമാകുമെന്ന്. എല്ലാം വിവാദമാകുന്നില്ല, പിന്നെ ഇതുകൂടെ ആകട്ടെ. പണ്ട് അമ്മ പറഞ്ഞത് ഏതായാലും നരകത്തില്ല, എന്നാൽ കുറിച്ചിയും കൂടെ ചുട്ടാക്കാം. ഏതായാലും മാമി നരകത്തില്ല, എന്നാൽ പിന്നെ അപ്പോൾ ഈ നിത്യത എന്ന് തുടങ്ങി എന്ന് തീരുമെന്ന് ആർക്കും കൃത്യം പറയാനൊക്കത്തില്ല. അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലുള്ള കാര്യമാണ്. എന്ന് തുടങ്ങി എന്ന് തീരും ഒരു പണ്ഡിതനും പറയാനൊക്കത്തില്ല. പിന്നെ മനസ്സിലാകുന്ന ഭാഷയെ പറയാം. മനസ്സിലാകാൻ അത് കയറി ഉടക്കരുത്. മനസ്സിലാകുന്ന ഭാഷ മനസ്സിലാകാനാന്നേ. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് MC റോഡ് അങ്കമാലിക്ക്, പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകാം. നമ്മൾ MC റോഡ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ അല്ലേ? ഞാൻ കൊടകേട്ടം നാർത്തായിരിക്കും. അപ്പൊ ഈ റോഡ് ഇങ്ങനെ കിടക്കുക, MC റോഡ്. അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്ത് തിരുവല്ലായി ചെന്ന് MC റോഡിലോട്ട് അങ്ങ് കയറുക. തിരുവല്ലായല്ലോ MC റോഡിന്റെ ആരംഭം. അങ്കമാലി ചെന്ന റോഡ് നിൽക്കുന്നുമില്ലല്ലോ. മനസ്സിലാകുന്ന ഭാഷയാണ്. ഇതുപോലൊക്കെയാ നിത്യത. എന്ന് തുടങ്ങി എന്ന് തീരുമെന്ന് ആർക്കും പറയും. ഇവിടുത്തെ റോഡിനൊക്കെ പരിധിയുണ്ട്, അറുതിയുണ്ട്. പക്ഷെ നിത്യതയ്ക്ക് ആർക്കും ഒരു അറുതി വെക്കാനൊക്കത്തില്ല. സ്തോത്രം. ആ നിത്യതയിൽ ഞാനും നിങ്ങളും എത്തും. ഒരു പഴയ പാട്ടിന്റെ വരിയുണ്ട്, നിത്യകാലം മുഴുവൻ പുത്തൻ പുതുപൂവിൽ, നിത്യകാലം മുഴുവൻ പുത്തൻ പുതുപൂവിൽ, സത്യമണവാളൻ തൻ്റെ കാന്തയായി, സത്യമണവാളൻ തൻ്റെ കാന്തയായി. പഴയ പാട്ടാ. ഉള്ളമുയരുന്നേ ഉള്ളങ്കാൽ പൊങ്ങുന്നേ, ഉള്ളമുയരുന്നേ ഉള്ളങ്കാൽ പൊങ്ങുന്നേ, തള്ളുമോ ഞാൻ ഇത്ര വലിയ പ്രത്യാശ, ആമേൻ തള്ളുമോ ഞാൻ. സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ, സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ, ഓ കോഴി കൂകും നേരത്തോ ഉഷസിൽ വരുമോ, കോഴി കൂകും ഉഷസിൽ വരുമോ. ഏഴിടികൾ മുഴങ്ങി ഏഴകൾ നടുങ്ങി, ഏഴിടികൾ മുഴങ്ങി ഏഴകൾ നടുങ്ങി, വൃതഗണമ ബരുമ ആകാശേ കയറി. അന്ന് രണ്ട് നാരന്മാർ വയലിൽ വേലക്കിരിക്കോ, ഒന്ന് ദൂതനെടുക്കും തോഴനെ കൈവടിയും, തിരികല്ലിൽ പൊട്ടിക്കോ ഇരു നാരീജനങ്ങൾ, തിരികല്ലിൽ പൊട്ടിക്കോ ഇരു നാരീജനങ്ങൾ, ഒരുത്തി വാനിലേറും മറ്റവളെ വെടിയും, നിത്യകാലം മുഴുവൻ പുത്തൻ പുതുഭൂവിൽ, നിത്യകാലം മുഴുവൻ പുത്തൻ പുതുഭൂവിൽ, സത്യമണവാളൻ തൻ്റെ കാന്തയായ, ആമേൻ സത്യമണവാളൻ തൻ്റെ കാന്തയ. പ്രത്യാശയുള്ള ദൈവമൊക്കെ ദൈവത്തെ സ്തുതിച്ചാൽ. അപ്പൊ ശ്രദ്ധിക്കുക, നിത്യത എന്ന പദമേ യൂദയുടെ ലേഖനത്തിലുള്ളൂ. അതെന്തുമാണെന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. അതുകൊണ്ട് ഇതിൻ്റെ തൊട്ട് പുറകിൽ കൊണ്ട് കൊടുത്ത് എൻ്റെ ഭാഷ പറഞ്ഞ നിത്യത എന്താന്ന് വായിച്ചേച്ച് നേരെ നിത്യതയിലോട്ട് പൊക്കോണം. സ്തോത്രം. അപ്പോൾ അത്രയ്ക്ക് ഈടുറ്റ ആഴമേറിയ ശ്രേഷ്ഠമേറിയ ലേഖനമാണ് യൂദയുടെ ലേഖനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
അപ്പൊ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, പാപം ചെയ്ത ദൂതന്മാർ എന്ന് പറഞ്ഞ സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതന്മാരുടെ വിഷയം മുതല അവിടെ വായിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. മിക്കപ്പോഴും പറയാറുണ്ട്, ഈ സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതന്മാരെ പിടിച്ചു കെട്ടി അവരെ ബന്ധിച്ചത് അന്ധകാര ചങ്ങല കൊണ്ടാണ്. ദൈവത്തിന്റെ ആയുധപ്പുറകിൽ പല ആയുധങ്ങളാണ് ഉള്ളത്. നമ്മുടെ ആയുധം പോലൊന്നുമല്ല ദൈവത്തിന്റെ ആയുധം. അപ്പോൾ ആ ആയുധപ്പുറകിൽ പല ആയുധങ്ങളുണ്ട്. അതിലൊന്നാണ് പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ച് ദൈവം ബന്ധിച്ച് അന്ധകാരത്തിന്റെ ചങ്ങല ഇട്ട് ബന്ധിച്ചു. ഈ അന്ധകാര ചങ്ങല കൊണ്ട് ബന്ധിച്ച 2 കാര്യമാണ്. ഒന്ന്, അന്ധകാര ശക്തി പിടികൂടിയാൽ അത് വ്യക്തികളെയാന്നേലും കുടുംബത്തെയാന്നേലും സഭയാന്നേലും ദേശത്തെയാന്നേലും അന്ധകാര ശക്തികൾ പിടികൂടിയാൽ അവ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, അനങ്ങാനും ഒക്കത്തില്ല. 2, അടുത്തിരിക്കുന്നവനെ കാണാനും ഒക്കത്തില്ല. 2 കാര്യം നടക്കും. അന്ധകാര ശക്തി ഒരു വ്യക്തിയാന്നേലും കുടുംബത്തെയാന്നേലും സഭയാന്നേലും ദേശത്തെയാന്നേലും പിടികൂടിയാൽ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, അനങ്ങാനും ഒക്കത്തില്ല. 2, അടുത്തിരിക്കുന്നവനെ കാണാനും ഒക്കത്തില്ല. 2 കാര്യങ്ങളാണ്. തെളിവിന് ഒരു വാക്യം, നമുക്കതെല്ലാം അറിവുള്ള വാക്യമാണ്. ഒരു വാക്യം വായിച്ചു. അന്ധകാര ശക്തി പിടികൂടിയാൽ അനങ്ങാനും ഒക്കത്തില്ല, അടുത്തിരിക്കുന്നവനെ കാണാനും ഒക്കത്തില്ല. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമുക്കറിവുള്ള വാക്യമാണ്. പുറപ്പാട് 10:22. മോശെ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസ്രൈം മോശെ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസ്രൈം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. അപ്പോൾ അന്ധകാരമാ, കൂരിരുട്ടുണ്ടായി. അടുത്തത് 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഒരുത്തൻ ഇപ്പൊ അങ്ങനെ ആണല്ലോ. ഒരുത്തന് കാണാൻ മേല. കണ്ടുകൂടാ. അല്ല, തോമസ് ഞാൻ പറഞ്ഞ ഒരുത്തന് കണ്ടുകൂടാ. അതുകൊണ്ട് ഒരുത്തനെ പറ്റി എന്തും ഈ ആത്മീകരെന്ന് പറയുന്നവരുടെ ഇടയിൽ ആ കൂടുതൽ കുഴപ്പടി മിണ്ടുന്നില്ലല്ലോ. ഹൈന്ദവ സ്നേഹിതന്മാർ പിന്നെയും മര്യാദക്കാരാ. സമുദായസ്ഥരായ പ്രിയപ്പെട്ടവരും വളരെ ഇല്ല. ഫോൺ ചെയ്യുന്ന ആർക്കാ നമ്മൾ പ്രശ്നമാണെന്നാണോ? അല്ല, ഞാൻ തന്നെയാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ നടക്കുന്നത്. ഈ അന്ധകാര ശക്തി ഒരു വ്യക്തിയിലാന്നേലും കുടുംബത്തിലാന്നേലും സഭയിലാന്നേലും കടന്നുകൂടിയാൽ ഒരുത്തന് കാണാൻ മേല. അപ്പൊ ഈ മറ്റവനെ എങ്ങനെ തകർക്കാം? ഏത് വിധത്തിൽ അവനെ നശിപ്പിക്കാം? അതിനുള്ള സകല സൂത്രങ്ങളും ഒപ്പിക്കും. ഇത് അന്ധകാര ശക്തിയാണ്. ഇതിന്റെ നടുവിൽ ദൈവമക്കൾ എന്തോ ചെയ്യണം? കേസിന് പോകരുത്, വഴക്കുണ്ടാക്കാൻ പോകരുത്, വാഗ്വാദത്തിന് പോകരുത്, തർക്കിക്കാൻ പോകരുത്, മറ്റ് അഭിപ്രായങ്ങൾക്കൊന്നും പോകരുത്. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത് പറയുക, മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിൽ നിനക്കെതിരെ മറ്റു വ്യക്തികൾക്ക് നിന്നെ കണ്ടുകൂടാൻ തോന്നുന്നെങ്കിൽ കുടുംബമായിട്ട് പോരാടി പ്രാർത്ഥിക്കണം. ഈ ദൈവസഭയ്ക്കെതിരെ മറ്റു വ്യക്തികൾ ശക്തമായി പൊരുതുന്നെങ്കിൽ കേസല്ല മാർഗം, കോടതിയല്ല മാർഗം, വക്കീലല്ല മാർഗം, സഭയായിട്ട് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവദാസന്മാരോട് പറയാ, ശുശ്രൂഷക്കെതിരെ, ആത്മിക മണ്ഡലങ്ങൾക്കെതിരെ, ആത്മിക ശുശ്രൂഷക്കെതിരെ ഒരുത്തനെ കണ്ടുകൂടെങ്കിൽ കയറി കൊമ്പ് കോർക്കാൻ പോകരുത്. മുഴങ്കാലിൽ പ്രാർത്ഥനയിൽ പോരാടണം. നീ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ, ദൈവസന്നിധി മുഴങ്കാലമടക്കിയാൽ അടിസ്ഥാനങ്ങളെ ദൈവം അളക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്.
അന്ധകാരത്തിന്റെ കോട്ടകൾ ഇന്ന് രാത്രി അടിയട്ടെ. ദുഷ്ട വ്യാപാരങ്ങൾ ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ. നിന്റെ കുടുംബത്തെ ബന്ധിക്കുന്ന, തലമുറകളെ ബന്ധിക്കുന്ന, ദേശത്തെ ബന്ധിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാര ശക്തികൾ ഇന്ന് രാത്രി അടിയപ്പെടട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി വിശ്വാസത്താൽ പ്രാർത്ഥിക്ക്, വിശ്വാസത്താൽ പ്രാർത്ഥിക്ക്. അന്ധകാരത്തിന്റെ ശക്തികൾ നിന്റെ കുടുംബത്തെ ബന്ധിക്കുന്ന, തലമുറകളെ ബന്ധിക്കുന്ന ദൈവം ഈ രാത്രി വന്നു പോകരുത്. ഇതിനെന്തോ പറ്റി? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ അന്ധകാര ശക്തി പിടികൂടിയാൽ ഒരുത്തനെ കണ്ടുകൂടാ. ഇപ്പൊ ഈ ആത്മീകരെന്ന് പറയുന്നവരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടുകൂടെങ്കിൽ വന്നെന്നാ പറയത്തില്ല. എനിക്ക് തോമസൂട്ടിച്ചാനെ ഇഷ്ടമല്ലെന്ന് പറയുകയല്ല. നേരെ കട്ടിലിനടിയിലിരുന്ന് കുന്തത്തിനകത്ത് ഞാനിപ്പോ അതങ്ങ് വിടുക. ഇതിനെ നടുവിൽ ദൈവമക്ക ചെയ്യേണ്ടത് പ്രാർത്ഥിച്ചു ബലപ്പെട്ടോണം. നമ്മുടെ ആയുധം പ്രാർത്ഥനയാ. പൗലോസ് പറഞ്ഞ ഭാഷ മറക്കരുത്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് നീ പോരാടുന്നെങ്കിൽ അന്ധകാരത്തിന്റെ ശക്തികളെ ദൈവം മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകും. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിങ്ങളെ കൂടെ സഹകരിച്ച് പാടി ആരാധിക്കാൻ താല്പര്യത്തോടിരിക്കുകയാണെന്ന് അറിയാം. സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഒടുവിൽ നമുക്കൊന്നിച്ച് പാട്ട് പാടി ആത്മാവ് നിറയുവാൻ ദൈവം കൃപ നൽകട്ടെ. അല്ല, ഞാനിങ്ങനെ പാട്ടും ഇങ്ങനെ തന്നെ പോയാൽ ചിലര് വേണേ പറയൂ, ഓ വചനത്തിൽ നിന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എടുത്ത വാക്യത്തോടും കൂറുപുലർത്തി ചില കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, അന്ധകാരത്തിന്റെ ശക്തി പിടികൂടിയ രണ്ട് കാര്യം. ഒന്ന്, ഒരുത്തനെ കണ്ടുകൂടാ. അതെല്ലാം മടക്കിയോ വായി. 10-ാം അധ്യായത്തിന്റെ രൂപാശ്വാസ പ്രസംഗം തീർന്നു. 10-ാം അധ്യായത്തിന്റെ 22, പുറപ്പാട് പുസ്തകം 10:22. മോശ ആ കൈ ആകാശത്തേക്ക് നീട്ടി. മോശെ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രൈം ദേശത്തൊക്കെ 3 ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി. 3 ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. 3 ദിവസം. ഇതെന്താ ഒരു ഡിലേ ആയിരിക്കും ഇല്ലയോ? 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല, കാണുകയല്ല, കാണാൻ മേല, കാണുന്ന ഇഷ്ടമല്ല. അടുത്തത് 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. ഒരുത്തൻ ഞാനത് വാക്യവും കണ്ടില്ലെന്ന്. ഒരുത്തൻ കണ്ടില്ല, ഒരുത്തനും തന്നെ സ്ഥലം വിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അന്ധകാര ശക്തി പിടികൂടിയാൽ ഒരുത്തനെ കാണാൻ പാടില്ല. 2, ഒരുത്തനും അനങ്ങാനും ഒക്കുകയല്ല. നല്ല പാട്ടും പ്രാർത്ഥന ആരാധനയും നടക്കുന്ന സമയത്തും കൈയും കെട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അന്ധകാരമാണ്, അനങ്ങാനൊക്കുന്നില്ലല്ലോ. കുറഞ്ഞ പക്ഷെ എൻ്റെ ദൈവമേ നെഞ്ചത്തിനിട്ടെങ്കിലും അടിക്കണ്ടേ. ദൈവമേ കോവിഡ് വന്നപ്പോൾ ഞാൻ
തട്ടിപ്പോകേണ്ടതായി. എൻ്റെ ദൈവമേ നീ എന്നെ, നീ മറുഭാഷ ഒന്നും പറയേണ്ടത് എൻ്റെ ദൈവമെന്നെങ്കിലും ഒന്ന് വെക്ക്, ഒന്ന് അനങ്ങാൻ. സ്തോത്രം. അപ്പൊ ഈ അന്ധകാര ശക്തി പിടികൂടിയ ഒരുത്തനെ കാണാനും പറ്റുകയില്ല, ഒരുത്തൻ അനങ്ങാനും ഒക്കത്തില്ല. അപ്പോൾ അന്യോന്യം പോർ വിളിക്കുമ്പോൾ അനങ്ങാതൊക്കെ ഇരിക്കുമ്പോൾ ഓർക്കണം, കക്ഷീനെ ആര് പിടികൂടിയിരിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി ഇങ്ങനെയുള്ള അന്ധകാര ശക്തികളുടെ മേ ജയമെടുത്തോണം. അതിന് ഈ യോഗമിടയായി തീരട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ വിഷയത്തിലേക്ക് പിന്നെ മടങ്ങി വരാം. ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം. അന്ത്യകാല വിഷയത്തിൽ 3 പേരെ എടുത്ത് പരാമർശിച്ചു. ദുരൂഹരാഷ്ട്രക്കന്മാരുടെ കടന്നുകയറ്റവും ആക്രമണവും അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാ. ദുരൂഹരാഷ്ട്രക്കന്മാരുടെ കടന്നുകയറ്റവും ആക്രമണവും. ഈ യൂദയുടെ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ യൂദ തുനിഞ്ഞത്. രക്ഷ, പൊതുവിലുള്ള രക്ഷ. രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതുവാൻ ആരംഭിച്ചെങ്കിലും ആരംഭിച്ചപ്പോൾ യൂദയ്ക്ക് ബോധ്യപ്പെട്ടു, രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതുന്നതിലും അവൻ വളരെ പ്രാധാന്യം, അത്യാവശ്യം അവൻ ദുരൂപദേശത്തിനെതിരെ കാര്യങ്ങൾ പറയണം. അതാണ് 3-4 വാക്യത്തിൽ. ഒന്ന് വായിച്ചാട്ടെ, 3-4 വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ വാക്യം പഠിക്കുമ്പോൾ പൊതുവിലുള്ള രക്ഷ എന്ന വിഷയം എഴുതാനാ യൂദ തുനിഞ്ഞത്. ഇടയ്ക്ക് കയറി പറയാം, സുവിശേഷ യോഗമാണല്ലോ, രക്ഷ എന്ന വിഷയം അത് അത്യാവശ്യമാ. എല്ലാവരും രക്ഷിക്കപ്പെടണം. ഈ യോഗത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടണം. ദൂരത്തും സമീപത്തും ഒക്കെ നിന്ന്, ചാരത്തും നിന്ന് കേൾക്കുന്നവർ രക്ഷിക്കപ്പെടണം. എലന്തൂർ ദേശത്തുള്ള സകല ആൾക്കാരും രക്ഷിക്കപ്പെടണം. പത്തനംതിട്ട ജില്ലയുള്ള സകലരും രക്ഷിക്കപ്പെടണം. കേരളക്കരയിലുള്ള സകലരും രക്ഷിക്കപ്പെടണം. ഇന്ത്യ രാജ്യത്തുള്ള സകലരും രക്ഷിക്കപ്പെടണം. പണ്ഡിതനും പാമരനും ദരിദ്രനും ധനവാനും കുചേലനും കുബേരനും കഴിവുള്ളവനും കഴിവില്ലാത്തവനും വാർഡ് മെമ്പറും MLA-മാര് MP-മാര് മന്ത്രിമാര് സകല പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടണം. കാശുള്ളവനും കാശില്ലാത്തവനും കറുത്തവനും വെളുത്തവനും നിലയുള്ളവനും നിലപാട് കുറഞ്ഞവനും സകല ആൾക്കാരും രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴി, രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ട് അനുഷ്ഠാനം കൊണ്ട് രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിനാൽ മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. പള്ളി പണിഞ്ഞു കൊടുത്താലൊന്നും രക്ഷിക്കപ്പെടുകയല്ല. പെന്തിക്കോസ് ഹോള് പാടിയാൻ സ്ഥലം കൊടുത്തുകൊണ്ടൊന്നും, ആ സ്ഥലം കൊടുക്കുന്ന കാര്യമൊന്നും അധികം പറയാതിരിക്കുന്ന, 5 ഏക്കറുള്ളവനും കൊടുക്കുന്ന 5 സെന്റ് എല്ലാവരുടെയും കാര്യമല്ല. ഇവിടെ ഒരു 50 സെന്റ് അങ്ങ് കൊടുക്കേ, സഭയ്ക്കല്ലേ. നീ ഇതെല്ലാം കൂടെ അള്ളിപ്പിടിച്ചോണ്ടിട്ട് അവസാനം പിള്ളേരെല്ലാം അമേരിക്ക പോയി, നീ അമേരിക്ക പോയി ഇപ്പൊ കിടന്ന് വിൽക്കാൻ പ്രാർത്ഥിക്കുക. പക്ഷേ പ്രാർത്ഥിക്കണം. പണ്ട് എനിക്ക് അത്രയും പ്രായമില്ല, അച്ഛൻ ഇപ്പം ഒരു 60 വയസ്സ് കൂടുതലല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം നിങ്ങളോട് ചോദിച്ചാൽ കൃത്യം, പണ്ട് നമ്മുടെ വിശ്വാസികളെല്ലാം പറയുന്നത്, പാസ്റ്റർ ഇച്ചിരി സ്ഥലം വാങ്ങാൻ പ്രാർത്ഥിക്കണം. അത് എലന്തൂർ റോഡ് സൈഡ് ആകുന്നതാ കുറച്ചുകൂടെ. ആട്ടേച്ചാ അല്ലെ അമ്മാമ്മയെ പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഒരു 45 കൊല്ലം കഴിഞ്ഞ് അവർ തന്നെ വന്ന് പറഞ്ഞ്, പാസ്റ്റർ നമ്മൾ പണ്ട് പ്രാർത്ഥിച്ച സ്ഥലം ഒന്ന് വിൽക്കാൻ
പണ്ട് ഇന്നും സഭയ്ക്ക് 5.5 സെന്റ് സ്ഥലമേ ഉള്ളൂ. അന്ന് കൊടുത്ത 10 സെന്റ് ഇപ്പോഴും. മനസ്സിലാകാടിയാണോ അതോ ഒത്തോൺ തന്നെ ആക്കുകയാണോ? സഭയ്ക്ക് അന്ന് കൊടുത്ത ആ 10 സെന്റ് സ്ഥലമേ ഇപ്പോഴും ഉള്ളൂ. ഏതായാലും പ്രശ്നമാ, ഞാൻ അങ്ങ് തീർത്ത ഇടം മുടിയാന്തരം പിടിച്ചവനെ. നീ ഏതായാലും ഇത് വിറ്റ് കൊടുക്കാൻ പോവാ. സഭയ്ക്ക് ഒരു 50 സെന്റ് കൊടുക്കേ. ഒന്നുമില്ലേ സഭാകോളിൽ ഒരു കൺവെൻഷൻ നടത്താമല്ലോ മുറ്റത്തെ. ദൈവദാസന്മാരും ദൈവമക്കളും വന്ന വണ്ടി റോഡിലിട്ട് മറ്റുള്ളവർ ശല്യപ്പെടുത്താതെ അവിടെ പാർക്ക് ചെയ്യരുതോ? നീ ഏതേലും നീ ഒന്ന് ഗുണം പിടിക്കേ. ഈ സ്ഥലമെല്ലാം വിൽക്കുന്ന ഇടനില ബ്രോക്കർകാരൻ വന്ന് നിന്നെ കളിപ്പിക്കും. കൊച്ചുങ്ങൾ പറഞ്ഞത് വിറ്റേച്ച് എങ്ങനെയാലും ഇങ്ങ് എല്ലാം കൂടെ കിട്ടുന്ന വിലയ്ക്ക് വിറ്റേച്ച് അവിടെ പോയി അവസാനം ഒരു സ്ഥലം കിടക്കുമല്ലോ, കൊണ്ട് കിടത്തുന്ന സ്ഥലത്തിന്റെ പേരും മറന്നുപോയി. ഞാൻ പറഞ്ഞാൽ തെറ്റും. ഓൾഡ് ഏജ് ഹോം. ഞാൻ 1-2 സ്ഥലത്ത് പോയി കണ്ടതാ. എനിക്ക് സങ്കടവും തോന്നി. എന്നാ സഭയ്ക്ക് കൊടുത്തിരുന്നല്ലോ. ഒന്നുമില്ലേ സഭക്കാർ എല്ലാ ഞായറാഴ്ചയും കൂടുമ്പോൾ നിന്നെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യല്ലേ. അങ്ങനെ നീ വലിയ പരുവക്കേടില്ലാതെ അങ്ങ് പോവുകയും ചെയ്യാം. സ്തോത്രം. നല്ല ബുദ്ധിയായി പറഞ്ഞു തരുന്നത് കേൾക്കുകയല്ലേ, എന്നാ ചെയ്യാനാ. പണ്ടൊരു തമിഴ് സഹോദരൻ പറഞ്ഞ പോലെ ശീലിച്ചു പോയി സാറേ, സെറിപ്പിടുകയല്ല. സെറിപ്പെടണ്ട, ഗുണം വരുന്ന ശീലിച്ചു പോയി സാറേ, സെറിപ്പിടുകയല്ലെന്ന്. ചെറിയ തമിഴിരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ നാമത്തിന് മഹത്വകരമായി കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഇനി 50 സെന്റ് കൊടുത്തത് കൊണ്ട് സ്വർഗത്തിൽ പോകുകയല്ല, പള്ളി പണിത് കൊണ്ട് സ്വർഗത്തിൽ പോകുകയല്ല, കുരിശും തൊട്ടിക്ക് സായം കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോകുകയല്ല. ഞങ്ങളുടെ കുടുംബത്തിൽ പാസ്റ്റർമാരും അച്ഛന്മാരും ഉണ്ട്, നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോകാൻ അവരുടെ കാര്യം തന്നെ ഇപ്പം വിഷയമാണ്. അച്ഛനുള്ളത് കൊണ്ടോ, കന്യാസ്ത്രീ ഉള്ളത് കൊണ്ടോ, പാസ്റ്റർ ഉള്ളത് കൊണ്ടോ, സെൻട്രൽ പാസ്റ്റർ ഉള്ളത് കൊണ്ടോ, വല്യപ്പൻ ഉപദേശി ആയതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി രക്ഷകനാകുന്ന ക്രിസ്തു ഈ പന്തലിന് നടുവിലുണ്ട്. ഇന്ന് രാത്രി ഏറ്റെടുക്ക യേശുവേ, ഞാനൊരു പാപിയാ. എന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ അവിടുന്ന് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ രക്തം എന്റെ സകല പാപങ്ങളും പോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. എന്റെ ഉള്ളത്തിലേക്ക് അവിടെ നെടുന്നുള്ളി വരണമെന്ന് ആര് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ. പരിശുദ്ധ പരന്താൻ മകത്വ പരന്താൻ മനമേ, മകത്വ പരന്താൻ വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ മകത്വ പരന്താൻ മനമേ, മകത്വ പരന്താൻ. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. യേശു ക്രിസ്തു മാത്രമേ രക്ഷകൻ, മറ്റൊരുത്തലും രക്ഷയില്ല. അപ്പോൾ പൊതുവിലുള്ള രക്ഷ,
ആ രക്ഷയെക്കുറിച്ച് എഴുതുവാനാണ് യൂദ തുനിഞ്ഞെങ്കിലും ആരംഭിച്ചപ്പോൾ യൂദയ്ക്ക് മനസ്സിലായി ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. അതിനാണ് ഈ ലേഖനം ഈ 25 വാക്യത്തിൽ വളരെ നന്നായിട്ട് ലേഖനം എഴുതി തന്നിരിക്കുന്നത്. ആട്ടെ, ആ ദുരുപദേഷ്ടക്കന്മാരെ പറ്റി പരാമർശിച്ചു വരുന്ന കൂട്ടത്തിൽ ധാരാളം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2-3 പേരുടെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 1 കോരക്, 2 കയി, 3 ബിലയ. യവന്മാര് 3 പേരും ഈ ദുരുപദേഷ്ടക്കന്മാരുടെ തലതൊട്ടപ്പന്മാരാന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കയ്യിൽ അത് ഞാൻ വിവരിക്കുന്നില്ല, കാരണം നമ്മുടെ വിഷയം അതല്ല, മറ്റു ഭാഗത്തേക്ക് വരണം. കയ്യിൽ അവന്റെ ഒന്നാമത്തെ പ്രവണത മറ്റവനെ കൊല്ലണം. അത് സഭാകോളിലിട്ട് കൊള്ളുകയാണെങ്കിൽ നല്ലതാ. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലുന്നതാ കുറച്ചുകൂടെ നല്ലത്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ ആത്മീക ലോകത്ത് കയറിയിട്ടുണ്ട്. മറ്റു നിലയിലല്ല കൊല്ലുന്നത്, കൂട്ടായ്മയോടും ആരാധനയോടും ശുശ്രൂഷയോടും ബന്ധപ്പെട്ടാ കൊല്ലുന്നത്. ഇവരെ ദൈവമക്കൾ വളരെ തിരിച്ചറിയണം, വളരെ വിവേചിച്ചോണം. കയീൻ നിരപരാധിയാകുന്ന ഹാബേലിനെ കൊന്നു. സ്തോത്രം. അതാന്നല്ലേ ഇപ്പം ഓരോന്നിനെ കൊല്ലുകയല്ലേ. ഇല്ല, നമ്മൾ പേപ്പർ വായിച്ചില്ലല്ലേ, ഒരു സഹോദരി കുറേശ്ശെ കൊടുത്താ കൊന്നത്. ഇല്ല, നമ്മൾ എന്തോ ഭക്ഷണത്തിനകത്ത് സയനൈഡ്. ആത്മീക ലോകത്ത് ഇപ്പം ഇങ്ങനെ കുറേശ്ശെ കൊടുത്ത് കൊല്ലുക. ഈ ആഴ്ച ഒരു എപ്പിസോഡ്, അടുത്ത ആഴ്ച ആരോട് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ആത്മീക ലോകത്ത് കയറിയിട്ടുണ്ട്. കൂട്ടുവിശ്വാസിയെ, കൂട്ടുവേലക്കാരനെ, പ്രവർത്തകരെ കൊന്നുമുടിക്കുവാൻ യൂദ അത് മുന്നറിയിപ്പ് തന്നിരിക്കുക. അവർ കയ്യിന്റെ വഴിയിൽ, അങ്ങനെയല്ലയോ തോമസ് കുട്ടിച്ചായ എഴുതിയേക്കുന്നത്, അവർ കയ്യിന്റെ വഴിയിൽ, കയ്യിന്റെ വഴി, കൊല്ലുന്ന വഴി. യേശുവിന്റെ വഴി കൊല്ലുന്ന വഴിയല്ല, ജീവിപ്പിക്കുന്ന വഴിയാ. യേശു കൊല്ലാൻ വന്ന ദൈവമല്ല, നിനക്ക് ജീവൻ തരാൻ വന്നവനാ, സമൃദ്ധിയായ ജീവൻ തരുന്നവനാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മരിച്ചവന്റെ മഞ്ചത്തെ തൊട്ടപ്പം കൊച്ചൻ ചാടി അങ്ങ് എഴുന്നേറ്റു. യേശു കൊച്ചനുമായിട്ട് പിന്നെ അടുത്ത സ്റ്റേജിൽ പോയി അവനെ കൊണ്ട് സാക്ഷിയൊന്നും പറയാൻ പറ്റില്ല. കൊച്ചനെ അമ്മയ്ക്ക് കൊടുത്തേ യേശു പോയെന്ന. നമ്മളാന്നേ കൊച്ചനെ പിന്നെ തള്ളയ്ക്ക് കൊടുക്കല. തള്ള പിന്നെ കൊച്ചനെ ഒന്ന് കാണണമെന്ന് ഓർത്ത് കിടന്ന് പിന്നെ വല്ലപ്പോഴും കൊച്ചൻ എവിടെയെങ്കിലും സ്റ്റേജാ നിൽക്കുന്നത്, നമ്മുടെ കൊച്ചനാന്നല്ലോ. യേശു കൊച്ചനെയും കൊണ്ട് പോയില്ല, കൊച്ചനെ അമ്മയ്ക്ക് അങ്ങ് കൊടുത്ത്. ഇപ്പൊ ഈ കൊച്ചനുമായിട്ട് നടക്കുന്നതിനാന്ന് ചോദിച്ചാൽ ആകെ ഈ കൊച്ചനെ മാത്രമേ എങ്ങനെയോ ഒന്ന് കൊച്ചനെ ഉയർത്തതാ. ഇനി ആരും ഉയർക്കലെന്ന് എവനും അറിയാം. അതുകൊണ്ട് ആ കൊച്ചനുമായിട്ട് തന്നെ യേശു എന്നിടത്തെല്ലാം അത്ഭുതമല്ലേ. എത്ര എണ്ണത്തിനെ കർത്താവ് ഉയർപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് യേശു ചെയ്ത മറ്റ് പലതുണ്ട്. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങല. പിന്നെ നമുക്ക് വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും ഉറപ്പിനും ധൈര്യത്തിനും ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി എത്ര വ്യക്തികളെയാണ് യേശു ഉയർപ്പിച്ചത്. യേശുവിൻ്റെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. ആ നന്ദിയില്ലാത്ത 10 കുഷ്ഠരോഗികളിൽ 9 നന്ദിയില്ല. കർത്താവ് 10 സൗഖ്യം കൊടുത്തെന്നുള്ളതാ. അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു. നാനാ വ്യാധികളാലും ബാധകളാലും മരിച്ചവരെ യേശു സൗഖ്യമാക്കി. യേശുവിൻ്റെ അടുക്ക വന്ന് ആരും നിരാശയോടെ പോയിട്ടില്ല. എനിക്ക് പാട്ടെല്ലാം വരുന്നുണ്ട്, ഞാൻ ഈ 2 ശീലം പാടുവേ. സ്തോത്രം. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്ത് പ്രത്യോരയ്യായിരം ജനം അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ ശ്രീനരപതിയെ സിയോൻ മണവാളനെ. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗി
ഞങ്ങൾക്ക് ഭവൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്ത് പ്രത്യരോധയായിരം ജനം അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ ശ്രീനരപതിയെ സിയോൻ മണവാളനെ നാശപാത്രമായ ലോകം ആകെയും ഉത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ ശ്രീനരപതിയെ സിയോൻ മണവാളനെ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാന തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. കഠിന ഭാവിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വാദിച്ചതാ നമിക്കുന്നേ സിയോൻ മണവാളനെ കഠിന ഭാവിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വാദിച്ചതാ നമിക്കുന്നേ സിയോൻ മണവാളനെ ശ്രീനരപതിയെ സിയോൻ മണവാളനെ. ദൈവത്തിന് മഹത്വം കൊടുക്ക. യേശു കൊല്ലുന്ന ദൈവമല്ല, യേശു ജീവിപ്പിക്കുന്ന ദൈവമാണ്. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ലല്ലോ. അപ്പം മരിച്ചവന്റെ മഞ്ചത്തെ തൊട്ടു ചെറുക്കൻ ചാടി എഴുന്നേറ്റു. അത്ഭുതം കണ്ട ദൈവമാണ്, അതിശയത്തിന്റെ ദൈവമാണ്. അതെ, അപ്പോൾ യേശു ക്രിസ്തു കൊല്ലുന്ന ദൈവമല്ല, ജീവൻ കൊടുക്കുന്ന ദൈവമാണ്. ഇത് കയ്യിന്റെ വഴിയാ കൊല്ലുന്ന വഴി. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വണ്ടിയെ പോയപ്പോൾ ഞങ്ങൾ ഈ വാക്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വിധത്തിൽ ചിന്തിച്ചാൽ വേറെ വാക്യങ്ങളുടെ ബലത്തിൽ ഉണ്ട്, എങ്കിലും ഒരഭിപ്രായം പറഞ്ഞ ആകെ 4 പേരാ. അതിലൊരുത്തനൊരുത്തനെ കൊന്നു. ആദാമും ഹവ്വായും കയ്യനും ഹാബീലും. പിന്നീട് തലമുറകളുണ്ട്, എന്നാൽ ഈ ഭാഗം മാത്രം ഒന്നെടുത്താൽ ആകെ 4 എണ്ണം. അതിലൊരുത്തൻ ആ കണക്കാണെങ്കിൽ ഇപ്പം വലിയ കൊല നടക്കുന്നില്ല. ഇതാണ് കയ്യിൻ്റെ പരിപാടി. അവന്റെ വിചാരം ഞാൻ മാത്രമേ കാണാവൂ, എൻ്റെ ആരാധന മാത്രമേ അംഗീകരിക്കാവൂ, ഞാൻ മാത്രമേ ഈ പുൾപിറ്റിൽ നിൽക്കാവൂ, ഞാൻ മാത്രമേ വേറെ ആരെ ഞാൻ ഇതിവിടെ കയറ്റി. അതുകൊണ്ടാണ് ഇവൻ കൊല്ലുന്നത്, അസൂയയുടെ ആത്മാവ്. അപ്പൊ കയ്യിന്റെ വഴി വിവരിക്കുന്നില്ല. പിന്നെ അടുത്തത് അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ ബിലയാമിന്റെ വഞ്ചന, ഇത് വഞ്ചകനാ. അന്ത്യകാല ലക്ഷണം ഒന്ന്, കയ്യിന്റെ വഴി കൊല്ലും, അവസരം കിട്ടുന്നിടത്തെല്ലാം കൊല്ലും, കൊന്നോണ്ടിരിക്കുകയാണല്ലോ. സ്തോത്രം, കൊല്ലും, അത് കയ്യിന്റെ വഴി. 2, കൂലി കൊതിച്ച് ബിലിയാമിന്റെ വഞ്ചന. കൂലി കാശ്, എങ്ങനെയും കാശുണ്ടാക്കണം, എങ്ങനെയും കാശ്, അതിനേത് മാർഗവും സ്വീകരിക്കും. ഉപദേശം മാറ്റണമെങ്കിൽ ഉപദേശം മാറ്റും, സഭ മാറണമെങ്കിൽ സഭ മാറും, പ്രമാണം മാറ്റണമെങ്കിൽ ഇവിടെ നിങ്ങളും ഉണ്ടായിരിക്കുന്നത്. നിങ്ങളിങ്ങനെ പമ്മിയിരിക്കുമ്പോൾ എനിക്കും പണ്ട് കലയപുരത്ത് ഡൗട്ട് മത്തായിച്ചൻ ഉണ്ടായിരുന്നത് പോലെ ഇതിനു വേണ്ടി എന്തും ചെയ്യുമെന്ന്. ഇപ്പം അതിനുവേണ്ടിയാണല്ലോ ഇപ്പം എന്തും നടക്കുന്നത്. എങ്ങനെയും കറക്കി കുത്തി 10 പുത്തൻ. സ്തോത്രം, അതിനെന്തും ചെയ്യും. കൂലി ഒതുക്കുക. ആരെ തകർത്താന്നേലും എനിക്ക് 10 രൂപ. അമ്പിയാർ പറഞ്ഞ പോലെ ദീപസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം. അന്യായമായിട്ട് നീ കാശുണ്ടാക്കിയാൽ പുസ്തകം പഠിപ്പിക്കുന്നത് താൻ ഇടാത്ത മൊട്ടമേ പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിയാണ്. വ്യാഖ്യാനിക്കണ്ടല്ലോ, നിങ്ങൾക്കറിയാം.
അന്യായമായിട്ടൊന്നും നിന്റെ കൂടാരത്തിൽ വരരുത്. ന്യായത്തിന് നിരക്കാത്തതൊന്നും നിന്റെ വീട്ടിലുണ്ടാകരുത്. മറ്റുള്ളവനെ തകർത്തും നശിപ്പിച്ചും അവനെ തൂത്തുപാരിക്ക് നീ കാശുണ്ടാക്കിയാൽ, എന്തുവാ അതിന് പറഞ്ഞ, സബ്സ്ക്രൈബ് കൂട്ടിയാൽ, അതാ എനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഒക്കുകയല്ല. തെറ്റിയോ തോമസ്? ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞ അത്യാവശ്യം ഇംഗ്ലീഷ് പറയണമെന്നാ. എൻ്റെ അച്ഛാ ഇംഗ്ലീഷ് അറിയാൻ മേലാഞ്ഞത് കൊണ്ടാണ് ഞാൻ വെട്ടിലായത്. ഇംഗ്ലീഷ് അറിയാവുന്നവരെ കൂടെ നിർത്തി അവർ നന്നായിട്ട് എനിക്ക് ഇംഗ്ലീഷ്. അത് പോട്ടെ. അന്യായമായിട്ട് നിന്റെ കൂടാരത്തിലൊന്നും വരരുത്. നിന്റെ സന്തതി ശരിയാകുകയല്ല. കൂട്ടുവേലക്കാരനെ ചതിച്ച്, കൂട്ടു ശുശ്രൂഷകനെ വകവരുത്തി, കൂട്ടു വിശ്വാസിയെ തറപറ്റിച്ച്, കൂട്ടു കുടുംബക്കാരെ തേജോവധം ചെയ്ത് നീ കാശുണ്ടാക്കിയാൽ നിന്റെ സന്തതി ശരിയാകുകയല്ലെന്നാ ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിലായി പറയാനേ. ഒരു മുറി അപ്പം മതി, ഇച്ചിരി വെള്ളം മതി. പക്ഷെ നീതിക്ക് നിരക്കത്തിന്, ന്യായത്തിന് നിരക്കുന്നതാണെങ്കിൽ നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയല്ല. മതി. ചിലപ്പോൾ പറയും കഴിവില്ലെന്ന് പറയും. മതി, കഴിവില്ല, കഴിവിച്ചിരി കുറഞ്ഞാൽ മതി. മിടുക്കനല്ലെന്ന് പറയും. പുള്ളിയെ മിടുക്കനല്ല. അതിന് അയ്യോ പുള്ളിക്ക് മിടുക്കനല്ലാത്തതിൻ്റെ കാര്യം, പുള്ളി ഇത്ര നാളായിട്ട് ഒന്നും ഉണ്ടാക്കില്ല, മിടുക്ക് വേണ്ട. മറ്റേ പുള്ളി 3.5 കൊല്ലം കൊണ്ട് 30 കോടിയോളം മിടുക്കനാ. ആട്ടെ, മിടുക്കിച്ചിരി കുറഞ്ഞോട്ടെ. നിന്റെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. ദൈവം നിന്റെ ഹൃദയം നോക്കുമ്പോൾ ഹൃദയം നിർമ്മലമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇസ്രായേലിൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു. നിശ്ചയം നിർമ്മല ഹൃദയത്തോടെ വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. സാറ് പാടിയൊരു പാട്ടുണ്ട്, പാട്ടെല്ലാം അങ്ങ് വരുന്നുണ്ട്. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം ആദാൽ നല്ലവനതിനില്ലൊരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം ആദാൽ നല്ലവനതിനില്ലൊരു വാദം. എന്നാൽ ദുർമതികൾ സൂക്ഷികളായി ബഹുമതി ഇടറിയ തുല്യം. എന്നാൽ ദുർമതികൾ സൂക്ഷികളായി ബഹുമതിയിലിടറിയ ഉള്ളം തുല്യം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാ നിശ്ചയം. നിന്റെ കൈ വെടിപ്പായിരിക്കണം. എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരും പറയാ, അന്യായമായി നിന്റെ വീട്ടിൽ ഒന്നും ഉണ്ടാകരുത്. ന്യായത്തിന് നിരക്കാത്ത, നീതിക്ക് നിരക്കാത്ത, സത്യത്തിന് നിരക്കാത്ത 10 പൈസ നിന്റെ വീട്ടിൽ വന്നാൽ ശരിയാകത്തില്ല. അത് സന്തതിക്ക് ദോഷമുണ്ടാകും, തലമുറയ്ക്ക് ദോഷമുണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയ പിതാക്കന്മാരെ, മാലാക്കളെ, സഹോദരന്മാരെ, ചിലപ്പോൾ മറ്റുള്ളവർ മണ്ടനാന്നും പോച്ചനാന്നും കഴിവില്ലെന്നും മിടുക്കനല്ലെന്ന് പറയും. അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ നിന്റെ കൈ വെടിപ്പാണെങ്കിൽ, നിന്റെ കൈ വിശുദ്ധമാണെങ്കിൽ നിനക്ക് നിന്റെ സന്തതിക്ക് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഓടിച്ചു മുമ്പോട്ട് പോകാം. ഇങ്ങനെ പോയാൽ ഞാൻ അങ്ങ് നിൽക്കും. മുമ്പേ പറഞ്ഞതുപോലെ സമയം നിങ്ങളും പറയും, പള്ളി അങ്ങനെ പറഞ്ഞെങ്കിലും പുള്ളിക്ക് ബോധക്കിടക്ക ഉള്ള ആളാന്ന് പറയും. അപ്പം കയ്യിന്റെ വഴിയും കൂലി കൊത്തിച്ച ബിലിയാമിന്റെ വഞ്ചിക്കുകയല്ലേ. വഞ്ചനയുടെ ആത്മാവല്ലേ. കൂടെ നിൽക്കുന്നവർ പലരും നമ്മളെ വഞ്ചിക്കും. അന്ത്യകാലത്തിൽ ഉള്ളതാ. പക്ഷെ ഇത് കണ്ട് ദൈവമക്കൾ പതറരുത്. ഒക്കെ ഇതിനകത്ത് ഉള്ളതാ. വഞ്ചിക്കുക. അടുത്തത് കോരഹിന്റെ മത്സരം നശിച്ചു പോവുകയും ചെയ്യും. അയ്യോ, നശിച്ചു പോകും. കോരഹിന്റെ മത്സരം. എല്ലായിടത്തും മത്സരമല്ലേ. എങ്ങനെയും ഒരു കസേര ചാകുന്നതിന് മുന്നേ ആ കസേരയിലൊന്ന് ഇരിക്കണം. എനിക്കതിൽ ഇരുന്ന് കഴിഞ്ഞേച്ചൊന്ന് ചാകണം. മിടുക്കന്മാര് പറഞ്ഞു എനിക്കതിൽ ഇരുന്നുകൊണ്ട് ചാകണം. ഓക്കെ, നിങ്ങൾക്ക് കസേരയോടെ കൊണ്ട് തന്നെ എന്നെ മത്സരം.
മത്സരം ആഭിചാരദോഷം പോലെ. വീട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം മത്സരിച്ചാൽ അത് ആഭിചാര ശക്തിയാണ്. സ്തോത്രം. അവിടെ നമ്മളിരുന്ന് പറയാ, പാസ്റ്റർ ഇന്നാളൊരാൾ വന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു, നിങ്ങൾക്കെതിരെ ആരാണ്ട് ചെയ്തിട്ടുണ്ടെന്ന്. ചുമ്മാതാ, നീ കിടന്ന് മത്സരിക്കുന്നത് നിനക്ക് തന്നെ നായവാ. അല്ല, അപ്പുറത്തുകാർ ചെയ്തതൊന്നുമല്ല. ഞങ്ങളുടെ അനിയനൊക്കെ ഈയിടെ ചക്കളത്തുകാവി പോയെന്ന് കേട്ടു. ഇടി, അവരിടത്തുവായിക്ക് പോയതാ. അവർക്ക് നീ ബന്ധിക്കോസിലാന്നോർത്ത് അവർക്ക് ചക്കളത്തുവായി പോകാൻ മേലേ. ഞങ്ങളുടെ ചേട്ടനൊക്കെ മഞ്ഞനിക്കരയില്ല എപ്പോഴും. നമ്മൾ ബന്ധിക്കോസിലായതുകൊണ്ട് നാട്ടുകാർക്കാർക്കും എങ്ങും പോകാൻ മേല. മിണ്ടുന്നില്ലല്ലോ. ഈ ആഭിചാരവും ശുദ്രപ്രയോഗം വന്നത് മറ്റാരും ചെയ്തതല്ല, നീ കിടന്ന് മത്സരിക്കുന്നതാ. അന്യോന്യം പോർവിള നടത്തുകയും മത്സരവും ശാഠ്യവും ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് അന്ത്യകാല ലക്ഷണങ്ങളെ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ആമേൻ. ഇതിനെല്ലാം ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ആ യൂദ ഈ ലേഖനം എടുത്തിരിക്കുന്നത്. ഇനി ഓടിച്ചു പോകാം, ഇനി അധികം സമയമില്ലല്ലോ. കർത്താവിന് മഹത്വം. 14-15 വാക്യത്തിൽ യൂദ ഹാനോക്കിന്റെ കാര്യം അവിടെ എടുത്തു പറയുക. ഹാനോക്ക് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. അവിടെ വായിക്കുന്നത് ഏഴാമനായ ഹാനോക്ക്. ശ്രദ്ധിക്കുക, ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു ഹാനോക്കല്ല, ഒന്നാന്നോ പിന്നെ എത്രയാ? ഏഴോ? അമ്മേ, ആദാം മുതൽ ഏഴാമനെന്നല്ല, അത് 7 ഹാനോക്കെന്നല്ല. ആദാം മുതൽ എന്ന് പറഞ്ഞാൽ ആദ്യ മനുഷ്യനാകുന്ന ആദാം മുതൽ 7ാമത്തെ തലമുറക്കാരനാണ് ഇപ്പോൾ പരാമർശിക്കപ്പെട്ട ഹാനോക്ക്. എന്നാൽ 1-ൽ കൂടുതൽ ഹാനോക്കുണ്ട്, ഇല്ലയോ? എത്ര ഹാനോക്കുണ്ട്? അമ്മ 7 പറഞ്ഞ ഒരു കണക്കായിക്കോട്ടെ, 7 എന്നുള്ളതിന് പൂർണ്ണതയല്ലയോ? തന്നെ നമ്മുടെ കടശി യോഗമല്ലേ, ഒട്ടും കുറയ്ക്കണ്ട. ഈ വേദപുസ്തകം പരതിയാൽ 1-ൽ കൂടുതൽ ഹാനോക്കുണ്ട്. അതിൽ ഒരു ഹാനോക്കാണ് നമ്മളിവിടെ വായിച്ചിരിക്കുന്ന ആദാം മുതൽ 7ാമനായ ഹാനോക്ക്. ഇനി വേറൊരു ഹാനോക്കുണ്ട്, അത് കയീന്റെ മകനാകുന്ന ഹാനോക്ക്. അത് ആ ഉൽപ്പത്തി പുസ്തകം. യഹോവയുടെ സന്നിധി വിട്ടു പുറപ്പെട്ട് ഏതിന് കിഴക്ക് നോദദേശത്ത് എന്ന് പാർത്തു. കയ്യിന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. ഇത് വേറൊരു ഹാനോക്ക. ഇപ്പൊ എത്രയായി? 2. ഇനി വേറൊരു ഹാനോക്കുണ്ട്. നമ്മുടെ വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെട്ട അബ്രഹാമിന്റെ ഭാര്യമാരിൽ ഒരുത്തിയായിരുന്നല്ലോ കെതൂറ. ആ കെതൂറായിക്ക് ജനിച്ച സന്തതികളിൽ 6 പേരിൽ ഒരുത്തനാണ് മിദ്യാൻ. ആ മിദ്യാന്റെ മക്കളിൽ 3ാമത്തവൻ ഒരു ഹാനോക്കുണ്ട്. വായിച്ചേ, തോന്നിച്ച ചുപ്പാസ് എടുത്ത് വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം ആദ്യം വായിക്കണം. ഉൽപ്പത്തി 25-ന്റെ പ്രാരംഭ വാക്യം. വേറൊരു ഭാര്യയായിട്ട് ജീവിതം ആരംഭിച്ചു. അടുത്തത് അവൾക്ക് കെതൂറ എന്ന് പേര്. അവൾ സിമ്രാൻ, യൊക്ശാൻ, മെദാൻ, മിദ്യാൻ, ശൂവഹ്. അപ്പോൾ അബ്രഹാമിന് കെതൂറയിൽ കൂടി ജനിച്ച 4ാമത്തെ പുത്രനാണ് മിദ്യാൻ. ആ മിദ്യാന്റെ 3ാമത്തെ പുത്രൻ ഹാനോക്കുണ്ട്. അടുത്ത വാക്യം മിദ്യാന്റെ പുത്രന്മാർ അങ്ങനെ ചേർത്ത് വായിച്ചേ. ഇവിടെ ഉണ്ട് മിദ്യാന്റെ പുത്രന്മാർ. 4 മിദ്യാന്റെ പുത്രന്മാർ ഹാനോക്ക്. അപ്പോൾ മിദ്യാന്റെ ഒരു മകനാണ് വേറൊരു ഹാനോക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ യൂദകളുടെ ലേഖനത്തിൽ 7ാമൻ ഹാനോക്ക് എന്ന് എന്തുവാന്നോ 2 പേര് പിന്നെ ഏതാണ്ട് പറയുന്നു. ഹാനോക്കിന്റെ കാര്യം അത് തന്നെ ഞാനും പറയുന്നേ, അത് തന്നെ അവരും പറഞ്ഞേ. എന്നല്ലേ അവരെനിക്ക് ദോഷമല്ലെന്ന് എനിക്കറിയാം. പിന്നെ പുള്ളി അല്ലെങ്കിലും എന്നോട് വലിയൊരു താല്പര്യമുള്ളവരാണ്. ദോഷം ഒപ്പിക്കുന്ന അവന്മാരുണ്ട്, അതവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾ എനിക്ക് അനുകൂലമാണ്. സ്തോത്രം. ഒന്നുമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണല്ലോ. അപ്പോൾ 7ാമനാകുന്ന ഹാനോക്ക്. ഇവിടെ ആദാം മുതൽ തലമുറ എണ്ണി വരുമ്പോൾ യൂദ പറഞ്ഞിരിക്കുന്ന ഹാനോക്ക് 7ാമൻ ഹാനോക്ക്. കയീന്റെ സന്തതി മകൻ, അതൊരു ഹാനോക്ക്.
ഇവിടെ അബ്രഹാമിന് കെതൂറയിൽ നിന്ന് ജനിച്ച 6 പിള്ളേരിൽ 4-ാമത്തവനാകുന്ന മിദ്യാന്റെ 3 പിള്ളേർ, 3-ാമത്തവനാണ് വേറൊരു ഹാനോക്ക്. അവള് മാറി മാറി മടിയിലിരിക്കുക. അവളെയും കൂടെ ഇങ്ങോട്ടിരുത്തും. അമ്മയുടെ മടിയിൽ തന്നെ ഇരുന്ന് കാല് വേദനിക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, ഇനി വേറൊരു ഹാനോക്ക് ഉണ്ട്, 4-ാമൻ ഹാനോക്ക്. അത് ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ മൂത്ത പുത്രൻ രൂബേൻ. ആ രൂബേന്റെ ആദ്യത്തെ സന്തതി, അവന്റെ പേരും ഹനോക്ക് എന്ന. അത് ഒന്ന് വായിച്ച് എടുത്തു വെച്ചെന്ന് എനിക്കറിയാം. 5 എടുത്ത് 5 വായിച്ചു. അത് തന്നെ എനിക്കറിയാം. ഇസ്രായേലിന്റെ ആദിജാതനായ ആദിജാതനാകുന്ന രൂബേൻ അവനല്ലോ ആദിജാതൻ. എങ്കിലും അവൻ തന്നെ അപ്പന്റെ കിടക്കയല്ല അശുദ്ധമാക്കി. അതുപോട്ടെ, ഇനി അതിന്റെ രൂബേന്റെ ആദിജാതൻ 3-ാം വാക്യമാണ് 4-ആണോ? ആദിജാതനായ രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്. ആദിജാതനാകുന്ന യാക്കോബിന്റെ ഇസ്രായേലിന്റെ ആദിജാതനാകുന്ന രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്. ആ രൂബേന്റെ പുത്രന്മാരിൽ പ്രഥമനാണ് ഹാനോക്ക്. ഇപ്പൊ എത്ര ഹാനോക്കായി? എത്രയിലും ആകട്ടെ പാസ്റ്റർ, നമുക്ക് വീട്ടിൽ പോകണം 9-ാമ്പം. എന്നാ പിന്നെ ഇവിടെ കൊണ്ടങ്ങ് നിർത്താം. അപ്പൊ ഈ ഹാനോക്ക് 4 പേരായി ഇവിടെ. ഈ ഹാനോക്ക്, അപ്പോൾ നമ്മള് യൂദയുടെ ലേഖനത്തിൽ വായിച്ചിരിക്കുന്ന ഹാനോക്കിനെ പറ്റി അവിടെ ഒരു പരാമർശം കൊടുത്തിരിക്കുന്നത് ഹാനോക്ക് പ്രവചിച്ചെന്ന്. എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത്? അപ്പൊ ഈ ഹാനോക്ക് പ്രവചിച്ചതിന് മുമ്പ് ഹാനോക്കിനെ പറ്റി ഒരു ചെറിയ ചിന്ത നല്ലതാ. ചുമ്മാ കയറി പ്രവചിച്ചില്ലല്ലോ. ഈ ഹാനോക്കിനെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഇപ്പം നിങ്ങൾ പറയും കൂടെ അത് പറയണ്ട, ഈ പാട്ടങ്ങ് കുറച്ചാൽ മതി. കാര്യമല്ല, അതൊട്ടും കുറയ്ക്കുകയല്ല. പാട്ടിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും അതിൻ്റെ തലയിൽ നമുക്ക് വന്നിട്ട് നന്നായിട്ട് മണിക്കൂറുകൾ വചനം പറയും. ഞാൻ പാടുന്നത് പോലെ അത്രയ്ക്ക് അവർ പാടുകയല്ല. പക്ഷേ അവരുടെ അത്ര വചനം എനിക്കറിയത്തില്ല. നമ്മൾ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് പാടും. വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവൈരമോ അല്ല മറുവിലയാ, എൻ പേർക്കുയാരമായി തീർന്നവന, എൻ പേർക്കുയാരമായി തീർന്നവന, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാ, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാ, ഞാൻ പാടുമി നാളിനി മോദാൻ, രക്തത്താൽ എന്നെ വീണ്ടതിനാ, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാ. ദൈവത്തിന് മഹത്വം കൊടുക്ക. അപ്പോൾ ഇവിടെ 4 ഹാനോക്കിനെ പറ്റി ഇപ്പൊ ചിന്തിച്ചു. 1 7-ാമൻ ഹാനോക്ക്, 2 കയീന്റെ മകൻ ഹാനോക്ക്, 3 അബ്രഹാമിന് കെതൂറയിൽ കൂടി ജനിച്ച മിദ്യാന്റെ പുത്രൻ 3-ാമത്തവൻ ഹാനോക്ക്, 4 യാക്കോബിന്റെ മൂത്തപുത്രൻ രൂബേന്റെ ആദ്യപുത്രൻ ഹാനോക്ക്. ഇത് നമ്മളായി എടുത്തിരിക്കുന്നത് 7-ാമൻ ഹാനോക്ക. 6 മുതൽ 7-ാമനായ ഹാനോക്ക്. ഈ ഹാനോക്കിനെ പറ്റി പ്രവചിച്ചു എന്ന ആ യൂദ എഴുതിയിരിക്കുന്നത്. ആ 14-15 വാക്യം മൊത്തത്തിൽ പഠിക്കുമ്പോൾ ഹാനോക്ക് എന്ന പരാമർശം കൊടുത്തേച്ച് ഒടുവിൽ കൊടുത്തിരിക്കുന്നത് ഹാനോക്ക് പ്രവചിച്ചെന്ന. ഹാനോക്ക് പ്രവചിച്ചു. അപ്പൊ ഈ ഹാനോക്ക് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ഹാനോക്കിനെ പറ്റി ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ 1 ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക്. ദൈവത്തോടു കൂടെ ആ വായിച്ച് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അപ്പോൾ 1 ദൈവത്തോടു കൂടെ നടക്കുന്ന ഹാനോക്ക്. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾ ദൈവത്തോടു കൂടെ നടക്കണം. അതിനായി യോഗം, അതിനായി കൂട്ടായ്മ, അതിനായി കൺവെൻഷൻ, അതിനായി കാത്തിരിപ്പ് യോഗം, അതിനായി ഉപവാസ പ്രാർത്ഥന. ദൈവത്തോട് കൂടെ നടക്കാൻ.
ഈ ചില ആൾക്കാർ പറയാറുണ്ട്, പക്ഷേ ദൈവത്തോട് കൂടെ നടക്കണമെന്നുണ്ട്, പക്ഷേ സാഹചര്യം അങ്ങോട്ട് ഞാൻ സഭയെ വന്ന് ശക്തിപ്പെട്ട് ബലപ്പെട്ട് വചനമൊക്കെ കേട്ട് വീട്ടിൽ വരും, പക്ഷെ വീട്ടിൽ വന്നാലൊന്നും ദൈവത്തോട് കൂടെ നടക്കാൻ ഞാൻ ആരാധനയ്ക്ക് വരുമ്പോൾ ഫുൾ ടൈം ദൈവത്തോട് കൂടെ, പക്ഷെ ബിസിനസ് രംഗങ്ങളിൽ ചെല്ലുമ്പോൾ, ഓഫീസിൽ ചെല്ലുമ്പോൾ, മറ്റ് പ്രവൃത്തി പദത്തിലെത്തുമ്പോൾ ഒക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഹാനോക്ക് നല്ല ആൻസർ തരുന്നുണ്ട്. ദൈവത്തോട് കൂടെ നടക്കുന്നതിന് സാഹചര്യം ഒന്നും വിഷയമല്ല, അന്തരീക്ഷവും വിഷയമല്ല. ആർക്ക് താല്പര്യമുണ്ട് അവർക്ക് ഏത് സമയത്തും ഏത് സ്ഥലത്തും ദൈവത്തോട് കൂടെ നടക്കാം. ഈ ഏഴാമനാകുന്ന ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വചനത്തിൽ തിട്ടമുണ്ടല്ലോ, ആ കാലത്ത് ലാമക്കെന്ന് പറയുന്നവൻ 2 ഭാര്യമാരുമായിട്ടാവൻ നടക്കുന്നത്. ഇടത്തും വലത്തും 2 എണ്ണം, ആദയും സില്ലയും. അപ്പൊ ഇപ്പറേ ആദ അപ്പറേ സില്ല, അവരുമായിട്ട് ലാമക്ക് നടക്കുമ്പോൾ തേണ്ടൊരുത്തൻ ദൈവത്തോടു കൂടെ നടക്കുന്നു. മാത്രമല്ല ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കുന്ന കാലത്ത് ഈ കല, സംസ്കാരം ഇതെല്ലാം വളരെ അതിന്റെ ഉച്ചസ്ഥായിലെത്തിയ കാലമാണ്. കലയും സാഹിത്യവും സംസ്കാരവും എല്ലാം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്താണ് ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടക്കുന്നത്. കാരണം അവിടെ വായിക്കുമ്പോൾ ഈ ലാമക്കിന്റെ സന്തതിയെ പറ്റി വായിക്കുമ്പോൾ അവന്റെ ലാമക്കിന് ഭാര്യമാരിൽ 4 പിള്ളേർ ജനിച്ചു, ആരയും ശീലയും. അതിലെ മൂത്തവന്റെ പേര് യൂബാൽ. സ്തോത്രം. യാബാലും യൂബാലും തൂബൽ കയ്യനും പെങ്ങൾ നായമേ. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് വേണുവിൻ്റെയും വീണയുടെയും അതിപ്രസരമുള്ള കാലത്താണ് ഹാനോക്ക് ദൈവത്തോട്. വീണയും വേണു, കിന്നരം. അപ്പോൾ കലാസാംസ്കാരപരമായിട്ടൊക്കെ നല്ല ഉച്ചസ്ഥായി നിൽക്കുമ്പോഴാ ഇവിടെ ഒരുത്തൻ ദൈവത്തോട് കൂടെ നടക്കുക. ഞാൻ പെന്തിക്കോസുകാരോടൊരു കാര്യം പറയാം, വേണമെങ്കിൽ ബ്രദറുകാരെയും കൂടെ കൂട്ടാം. പിള്ളേരെ ഒന്നും ഡാൻസ് പഠിപ്പിക്കാൻ വിടരുത്. കണ്ണുമൊക്കെ എഴുതി പൊട്ട് തൊട്ട് ഇല്ലേ ഇതിങ്ങനെ പക്ഷേ പ്രാർത്ഥിക്കണം, മോളുടെ അരങ്ങേറ്റമാണ്. കുഴപ്പമില്ല, 5-6 കൊല്ലം കഴിയുമ്പോൾ അവൾ മരം കയറും. ഇപ്പം അരങ്ങേറ്റമാ, കുറച്ച് കഴിയുമ്പം ഞാൻ പെന്തിക്കോസുകാരോടും വേണമെങ്കിൽ ബ്രദറുകാരും കൂടെ അങ്ങ് ചേർത്തുക. മനസ്സിലായോ? പിള്ളേരെ വാക്യം പഠിപ്പിക്കണം, നല്ല പാട്ടുകൾ പഠിപ്പിക്കണം. സെക്യുലർ പഠിത്തം അത് അത്യാവശ്യമാണ്, അത് സ്കൂളിൽ പഠിച്ചു നോക്കുള്ളൂ. നന്നായിട്ട് പിള്ളേരെല്ലാം നന്നായിട്ട് പഠിച്ചോണം. നീ പിള്ളേരെല്ലാം നന്നായിട്ട് പഠിച്ചോണം. കർത്താവിൻ്റെ വരവ് താമസിച്ച എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകണം. കുഞ്ഞുങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. മറ്റ് പഠിത്തമൊന്നും വേണ്ട, അരങ്ങേറ്റത്തിനൊന്നും. പണ്ട് നമ്മുടെ പേരൊന്നും പറയുന്നില്ല, സ്ഥലമൊന്നും പറയില്ല, മോടെ അരങ്ങേറ്റം അന്തം വിട്ടുപോയി, അവൾ ചുരുക്കിയും കറക്കി നിൽക്കുന്നു. അപ്പം വേറൊരാൾ പറഞ്ഞ് ഇനിയിപ്പോൾ സഭയിൽ ചെല്ലുമ്പോൾ മിക്കവാറും ചുരുകയൊക്കെ വേണ്ടി വരും. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. ഇടികെട്ട് നെഞ്ചക്കും പടി മുളക് പൊടിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ആണ് എല്ലാവരും ഒരു 12 ആയപ്പോൾ എരിവോടെ കർത്താവിനെ. ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. അതെ, ഹാനോക്ക് ഈ സന്ദർഭത്തിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന ഹാനോക്ക്. അപ്പൊ 1 ദൈവത്തോട് കൂടെ നടക്കുന്ന ഹാനോക്ക്, 2 ആ ഭാഗം പഠിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഹാനോക്ക്. ഞാൻ വിവരിക്കുന്നില്ല. 1 ദൈവത്തോട് കൂടെ നടക്കുന്ന ഹാനോക്ക്, 2 ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നൊരു പ്രയോഗമുണ്ട്.
എബ്രായ ലേഖനം 11 അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. പ്രസാദിപ്പിച്ചു. അതാ. അപ്പൊ ഒന്ന്, ദൈവത്തോട് കൂടെ നടക്കുന്ന ഹാനോക്ക്. രണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഹാനോക്ക്. ആ ഹാനോക്കാ പ്രവചിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. നടത്തിപ്പുകാരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ഭരണത്തിലിരിക്കുന്നവരെ ബഹുമാനിക്കണം. പക്ഷെ പ്രസാദിപ്പിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണം. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ മനുഷ്യർക്ക് പലർക്കും നമ്മളോട് പ്രസാദം ഉണ്ടായെന്ന് വരികയില്ല. പക്ഷേ ദൈവപ്രസാദം നിന്റെ മേലുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാ ശ്രേഷ്ഠം. ഓടിച്ചവസാനിപ്പിക്കുക. ഒന്ന്, ദൈവത്തോട് കൂടെ നടന്നു. രണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവപ്രസാദം ഉണ്ടായിരിക്കണം. മൂന്ന്, ഈ ഹാനോക്കിനെ പറ്റി അവിടെ പഠിക്കുമ്പോൾ ഓടിച്ചു പറയുക. മൂന്നാമത്തേത്, ഈ ഹാനോക്ക് ആ തലമുറയിൽ ആയുസ് വളരെ കുറവായിരുന്നു. ഹാനോക്കിന് ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്കിന് ആ തലമുറയിലെ ആയുസ്, തന്റെ തലമുറയിലെ പിതാക്കന്മാർക്കെല്ലാം 900, 930, 969, 912, 800 ചില്ലുവാനും ഒക്കെ ഇരിക്കുമ്പോൾ ഈ കക്ഷിക്ക് എത്രയാ? 360. അവരുടെ 1/3 ആയുസേ ഉള്ളൂ. 1/3. ഒത്തിരി നാളിവിടെ ജീവിക്കുന്നതല്ല വിഷയം. ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തോട് കൂടെ നടന്ന് ദൈവകൃപ ഏറ്റെടുത്ത് ജീവിക്കുന്നതാ ശ്രേഷ്ഠം. എൻ്റെ ആയുസിൻ്റെ നാളെല്ലാം നീ പോയ വഴിയേ പോകുവാ. എൻ്റെ ആയുസിൻ്റെ നീ പോയ വഴിയേ പോകുവാ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഹാനോക്കിന്റെ വിശേഷത. ഹാനോക്ക് പ്രവചിച്ചു വന്ന യൂദ എന്തുവാ പ്രവചിച്ചെന്ന് ഞാൻ ഒടുവിൽ പറഞ്ഞ് നിർത്തും. അതിനു മുമ്പ് ഹാനോക്കിനെ പറ്റി ചെറിയൊരു പാഠം തരിക, വിവരിക്കുന്നില്ല. ഒന്ന്, ദൈവത്തോട് കൂടെ നടന്നു. താൻ ദൈവത്തോട് കൊടുക്കുമ്പോൾ ഗുണ്ടായുസക്കാരുണ്ട് അവിടെ. കാരണം ഇരുമ്പ് കൊണ്ടും ചെമ്പ് കൊണ്ടും ആയുധം തീർക്കുന്ന കക്ഷികൾ അവിടെ ഉണ്ട്. ഗുണ്ടകളുടെ നടുവിലാ താൻ ദൈവത്തോട് കൂടെ. എടാ, ഗുണ്ടയുടെ കൂടല്ല നടന്നത്. കൺവെൻഷന് പണ്ട് ദൂതന്മാരാ, ഇപ്പം അച്ചായൻ പറയണം ഗുണ്ടകളാ. അച്ചായനിപ്പം വേണേ പറഞ്ഞ ഞാൻ തേജ ഇരിക്കുന്നതിന് നന്നാരം തോമസുട്ടിയോട് പറഞ്ഞതാ. അച്ചായൻ തന്നെ വേണം, നരച്ച തല ശോഭയുള്ള കിരീടം. എല്ലായിടത്തും അല്ല. കൺവെൻഷന് ദൈവദൂതന്മാരാ ഇറങ്ങേണ്ടത്. ദൂതം നിൽക്കുന്നിടത്ത് കൈയും തീർത്ത് കൊടുത്തൻ. അപ്പൊ ഗബ്രിയേൽ പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോകണ്ട, അവിടെ തങ്കച്ചൻ നിപ്പോണ്ട് നമുക്ക്. അങ്ങനെ ദൂതം പറഞ്ഞു, നമുക്ക് തെക്കേ വാതിലിൽ പോകാം. ദൂതം തെക്കേ വാതിലിൽ വന്ന് ഗബ്രിയേൽ ഭാഗത്ത് അവിടെ ചെന്നപ്പം അവിടെ ആരാ? അവിടെ ഇടിയൻ രാജു നിപ്പുണ്ട്. നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ? നീ ഗുണ്ടകളുടെ കൂടെ അല്ല നടക്കേണ്ടത്, ദൈവത്തോട് കൂടെ നടക്കണം.
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നിന്റെ വീട്ടിൽ ദൂതൻ ഇറങ്ങണം. നിന്റെ വീടും പരിസരവും ദൈവം ദൂതന്മാരാൽ കാവൽ ചെയ്യും. ഞാൻ കണ്ടില്ലെങ്കിലും പറഞ്ഞു കേട്ടതാ, പണ്ട് പാതിയപ്പള്ളി കുഞ്ഞവറാച്ചന്റെ വീട്ടിൽ കള്ളം കയറി. നമ്മുടെ വാഗത്താനത്തെ അന്ന് അതിരിങ്ക ജോർജ് സാറ് പുതുപ്പള്ളി വേല ചെയ്യുന്ന കാലമാണ്. ജോർജ് സാറ് കറക്റ്റ് വെളിപ്പാടാണ്. ജോർജ് സാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വെളിപ്പാട് കണ്ടു. കുഞ്ഞവറാച്ചന്റെ വീട്ടിൽ കള്ളം കയറി പോകുന്നു. കള്ളൻ നല്ല ബുദ്ധിയുള്ളവന് സന്ധ്യയ്ക്ക് മുമ്പേ കയറി. കതക് തുറന്നിട്ടുള്ള അവനകത്ത് കയറി ആ കട്ടിലിൻ്റെയും അലമാരിയുടെയും ഇടയിൽ പമ്മിയിരുന്ന്. കാരണം കുഞ്ഞറാച്ചനും വീട്ടുകാരും ഭക്ഷണമെല്ലാം കഴിച്ച് ഊണർക്കം തഞ്ചി കഴിയുമ്പോൾ പയ്യെ അവന് മര്യാദക്കാരൻ കള്ളനാണ്, ശല്യം ഉണ്ടാക്കാതെ. ഇത് അതിനൊക്കെ ജോർജ് സാറ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വെളിപ്പാട് കണ്ടു. ജോർജ് സാറ് വെളിപ്പാട് കണ്ടുവച്ച് പെട്ടെന്ന് അന്ന് പുളിക്ക കൊച്ചായനുള്ള കാലമാണ്. കൊച്ചായനെയും പെട്ടെന്ന് വിളിച്ച് ഇത് പറഞ്ഞുള്ള അറിവാണ്. കൊച്ചായനെയും കൂട്ടി അംബാസഡർ കാറും കണ്ട കാറ് പാതിയപ്പള്ളി വന്നു. എന്നാ വന്നെന്ന് ചോദിച്ചു. വന്ന കാര്യം ഇന്നതാന്ന് പറഞ്ഞു. നിങ്ങളിങ്ങോട്ട് മാറാൻ പറഞ്ഞു. പുള്ളിക്ക് കൊച്ചായനെ അറിയാം, പഴയ ആൾക്കാർ. അതോട് ഞാൻ അറിയാം. അപ്പം ജോർജ് സാറ് ചോദിച്ചെന്നാ, കൊച്ചായും ചോദിച്ചു ജോർജ് സാറെ എവിടാ ഇരിക്കുന്നെന്ന്. കാരണം വെളിപ്പാട് കണ്ടത് ജോർജ് സാറ്. ഇന്നെടുത്താന്ന് പറഞ്ഞു. സൂക്ഷം ചെന്ന് അതാ ദൈവകൃപ. ഇന്നെങ്ങാനും അങ്ങനെ വെളിപ്പാട് പറഞ്ഞപ്പോൾ ആദ്യം നമുക്ക് SP അറിവ് കൊടുക്കുക. അത് കഴിഞ്ഞവൻ നമുക്ക് സകല പോലീസ് സ്റ്റേഷനിലും അവൻ ഒരു കാരണവശാലും ഇത് പറഞ്ഞുള്ള അറിവാ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടെന്ന്. സ്തോത്രം, സ്തോത്രം. അവ ഇവിടെ ഗുണ്ടായിസം നടത്തുന്നവരാ. അവ ഭൂരിഭാഗവും അവരുടെ നടുവില് ഒരുവൻ ഗുണ്ടകട കൂടല്ല നടക്കുന്നത്. അവൻ ദൈവത്തോട് കൂടെ നടക്കുക. ദൈവത്തോട് കൂടെ. രണ്ട്, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ഒത്തിരി വില കൊടുക്കേണ്ടി വരും. അങ്ങനുണ്ട്. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുക. ചിലപ്പോൾ വീട്ടുകാർ നിനക്കെതിരാകും, ഒരുപക്ഷെ ഭർത്താവ് എതിരാകും, ഭാര്യ എതിരാകും, മക്കളും ചിലപ്പോൾ എതിരായെന്ന് വരാം, സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. പക്ഷെ നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നിന്നെ ഒരു ദിവസം മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. വിഷയം വേറെയാണെന്ന് പൗലോസ് പറഞ്ഞ പദം നമുക്കറിയാം. അന്ന് നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് പീഡ അനുഭവിച്ച നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസമാ. നിന്നെ ആദരിക്കുന്ന ഒരു സുദിനമുണ്ടെന്ന്. അങ്ങ് പന്തി ചെന്നിരിക്കുമ്പോ അവര് ചോദിക്കും, രാജനോടൊപ്പമായി പന്തികിരിപ്പാതു സത്യസഭ. രാജനോടൊപ്പമായി പന്തികിരിപ്പാതു സത്യസഭ. ഓ പൊന്നേശുതമ്പുര ചിന്തിയ രക്തത്തിൽ ബലമ വിശുദ്ധ കൂട്ടമത്രേ. ഓ പൊന്നേശുതമ്പുര ചിന്തിയ രക്തത്തിൽ വിശുദ്ധ കൂട്ടമത്രേ. ഓ ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ ജയം, ഹല്ലേലെല്ലാം അങ്ങു തീർന്നു പോന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ ജയം, ഹല്ലേലെല്ലാം അങ്ങു തീർന്നു പോകും. ഓ വാനസനാകണം നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ വാനസനാകൻ നോക്കി നോക്കി നിന്നോ അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. അപ്പൊ ശ്രദ്ധിക്കുക. ഒന്ന്, ദൈവത്തോട് കൂടെ നടന്നു. രണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ചു. മൂന്ന്, തലമുറയിൽ ആയുസ് കുറവായിരുന്നു. ആയുസ് വളരെ കുറവ്. ആയുസ് കുറവാണെങ്കിലും കൂടുതൽ സമയവും ദൈവത്തോട് കൂടെ ആയിരുന്നു. നിന്റെ ആയുസിന്റെ സിമ്മ് കാവ അടിച്ച് കീറി ഓടയിലും കിടന്ന് വലിച്ചു, നിന്റെ കാവളെല്ലാം കൂടെ പഴയ സോഡാ കുപ്പിയുടെ അവസാനം ഒരു ചുമ തമ്പറിന്റെ അടിക്കും പോലെ കേൾക്കുന്നത്. വലിച്ച് കുടിച്ച് നശിച്ച് എല്ലാം തകർന്ന് പിന്നെ അങ്ങേയറ്റം പറ്റിയപ്പോഴാണ് നീ ഈ മാർഗത്തിൽ എന്നൊരു സ്തോത്രം പോലും പറയാൻ വരരുതെന്നല്ല, ഇപ്പോഴേലും വന്നല്ലോ.
ദൈവം സഹായിക്കട്ടെ. പക്ഷെ യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിഞ്ഞോണം. ഓജസ്സും ആരോഗ്യവും ആക്കവും ഉള്ളപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തണം. യൗവന രക്തം കർത്താവിന് കൊടുക്കണം. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ബാല്യത്തിലെ നുകം ചുമക്കുന്നത് പുരുഷന് നല്ലതാ. നല്ല തൻ്റെ ഉള്ളപ്പോൾ യേശുവിനെ പ്രസംഗിക്ക്, ആരോഗ്യമുള്ളപ്പോൾ സ്തോത്രം പറ, ആക്കമുള്ളപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്ത്. അത് വലിയ അനുഗ്രഹമാ. തൻ്റെ ആയുസിൽ തലമുറയിൽ തനിക്ക് ആയുസ് കുറവായിരുന്നു. ഒത്തിരി വർഷം ഇവിടെ ജീവിച്ചിരിക്കുന്ന നല്ല വിഷയം. ആ ജീവിച്ചിരിക്കുന്ന തെറ്റാന്നല്ല, നല്ലത്. പക്ഷെ കുറച്ചു നാളെ ജീവിച്ചു ഉള്ളെങ്കിലും ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ അതാ ശ്രേഷ്ഠം. നമ്മുടെ അനേക സഹോദരി സഹോദരന്മാർ കോവിഡിന്റെ കാലത്ത് 20 വയസ്സുള്ളവർ, 30 വയസ്സുള്ളവർ, യൗവനക്കാർ, അത് മധ്യ സമയത്തുള്ളവരൊക്കെ ജീവിതത്തിന്റെ മധ്യാഹ്ന സമയത്തൊക്കെ കടന്നുപോയവരുണ്ട്. അവർ മഹാപാപികളായതുകൊണ്ടല്ല. അനേക യൗവനക്കാർ കടന്നുപോയി, നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും കടന്നുപോയി മഹാപാപികളായതുകൊണ്ടല്ല, ദോഷൈക ദൃക്കുകളായതുകൊണ്ടല്ല. അവരുടെ ആയുസ് ദൈവം അത്രേ വെച്ചിട്ടുള്ള, അങ്ങനെ ചിന്തിക്കുകയാണ് നല്ലത്. പക്ഷേ അവരിൽ പലരും ദൈവത്തോട് കൂടെ നടന്നവരാ, ആരാധനയ്ക്ക് സംബന്ധിച്ചവരാ, കൂട്ടായ്മയിൽ സംബന്ധിച്ചവരാ, പ്രാർത്ഥനയിൽ പോരാടിയവരാ, പ്രാർത്ഥിച്ചവരാ, ഉപവസിച്ചവരാ, ദീർഘവർഷങ്ങൾ ജീവിക്കുന്ന നല്ല വിഷയം. ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തോട് കൂടെ. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നെ നാമത്തേറുക, ഞാൻ അവനെ ഉയർത്തും. അതെ, ഓടിച്ചവസാനിപ്പിക്കുക. 4 ഹാനോക്കിന്റെ 4ാമത്തെ പ്രത്യേകത, ഈ ഭക്തി കെട്ടവരുടെ നടുവിലാ ഹാനോക്ക് ജീവിച്ചത്. യൂദാ 15ാമത്തെ വാക്യത്തിൽ അതാ എഴുതിയേക്കുന്നത്, ഭക്തി കെട്ടവരുടെ നടുവിൽ. അങ്ങനല്ലേ? അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ 4ാമത്തെ കാര്യം, ഭക്തി കെട്ടവരുടെ നടുവിലാ ഹാനോക്ക്. യാതൊരു ഭക്തിയില്ല. ഭക്തിയുടെ വേഷം മാത്രമല്ല, അവർ ഭക്തരായിരുന്നു പലരും. എന്നാൽ അഭക്തരായ അനേകർ ആ കാലത്തുണ്ട്. ഒരു ഭക്തിയില്ല. ദൈവസന്നിധി വന്നാലും ഭക്തിയില്ലല്ലോ. ആരാധനയ്ക്ക് വന്നാലും മൊബൈൽ കളിക്കുകയല്ലേ, അല്ലേ? ആരാധനയ്ക്ക് വന്നാലും മെസ്സേജ് വിടുക, മൊബൈൽ കളിക്കുക, പിന്നെ ചാടി ചാടി മൊബൈലുമായിട്ട് വെളിയിലോട്ടങ്ങ് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നീ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലേ? പാഷന്മാർക്കാർക്കും മിണ്ടാനും ഒക്കത്തില്ല. പാഷന്മാരും അതാണോ? എമ്പുരാൻ അല്പം കട്ട് പൂജിച്ചാൽ അമ്പലവാസികൾ മൊത്തം കക്കും. താളക്കാരന് താളം പോയാൽ മേളക്കാരൻ അവതാളത്തിൽ. താളക്കാരൻ്റെ താളം പോയി, അപ്പൊ മേളക്കാരൻ അത് വേറൊരു താളമാണ്. താളക്കാരന് താളം പോയാൽ മേളക്കാരൻ അവതാളത്തിൽ. ഓദിക്കുന്നോ നോത്ത് പഴച്ചാൽ ഒരു പന്തിക്ക് മൊത്തം തെറ്റും. ഓത്ത് എല്ലി കിടക്കുന്ന നോത്ത് പേടിച്ചു, ആ പന്തി മൊത്തം. അടുത്ത വരി നിങ്ങൾക്കെല്ലാം അറിയാം. ആശാനക്ഷരം 1 പിഴച്ചാൽ ശിഷ്യന് 51 പിഴയ്ക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, ആരാധനയ്ക്ക് വരുമ്പോഴെങ്കിലും ഭക്തിയോടിരിക്കണ്ടേ? ഇത് സഭായത്തിന് വന്നിരിക്കുന്നത് രാമങ്കാക്ക വാഴത്തണ്ടേ ഇരിക്കും പോലെ. നിങ്ങൾ ശ്രദ്ധിച്ച രാമങ്കാക്ക ഇരിക്കുന്നുണ്ട്. എന്തിനാടാ നീ കെട്ടിക്കെടുത്ത് ആരാധനയ്ക്ക് വരുന്നത്? ആ കുടുംബത്തെങ്ങാനും കിടക്കേ. ആരാധനാ ഹോളിൽ കയറിയാൽ അതിന്റെ ഭക്തിയോടും ഭയത്തോടും വിനയത്തോടും ബഹുമാനത്തോടും വേണം ദൈവത്തെ ആരാധിക്കാൻ. ഞാൻ പ്രതിയായിട്ട് തന്നെ പറയാ, പണ്ടൊക്കെ മുഴങ്കാലയിലായിരിക്കുന്നത്. ഇപ്പൊ പലർക്കും ദീനവും തന്നെ ഉള്ളതുകൊണ്ട് അവരൊക്കെ ഇപ്പോഴും ഞാനത് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്നെ ഒറ്റപ്പെടുത്തും എന്ന അല്ലേ? ഒറ്റപ്പെട്ടിരിക്കുക. ആ കാര്യം TPM-കാരെ കണ്ടുപഠിക്കുക. ഇപ്പോൾ സിംഹഭാഗം ആൾക്കാരും ആരാധനയ്ക്ക് മുഴങ്കാലയില. ഞാൻ ഈയിടെ അവരുടെ മിക്കപ്പോഴവരുടെ കൺവെൻഷൻ എനിക്ക് അവസരം കിട്ടുകയാണെ പോകും. പ്രസംഗിക്കാനല്ല, നമ്മളെ പ്രസംഗിപ്പിക്കത്തില്ല, പ്രസംഗിക്കാനും അല്ല പോകുന്നത്. അതിനല്ല പോകുന്നത്. പല കാര്യങ്ങൾ കണ്ടുപഠിക്കാനുണ്ട്, ഒത്തിരി കാര്യം. നമ്മുടെ അതിന് നേരെ അവിടെ അവർക്കല്ലേ കൊടുക്കുന്നത്. തോസിക്കാൻ പോയിട്ടില്ലേ? എന്തെല്ലാം കാര്യമാ ഗുണങ്ങൾ. ആ കൺവെൻഷൻ കഴിഞ്ഞേച്ച് പോയ ഒരു പേപ്പർ പോലും ഇവിടെ കാണുകയില്ല. നമ്മുടെ കൺവെൻഷൻ കഴിഞ്ഞേച്ച് പോയാലോ ഉള്ള കൂടും കുടുക്കയും വേസ്റ്റും എല്ലാം കൂടെ കണ്ടുപഠിക്കേണ്ട ഒത്തിരി ഉണ്ട്. ഞാൻ ഈയിടെയും കണ്ടു, നേരത്തെയും കണ്ടിട്ടുണ്ട്, നിങ്ങളും ചീഫ് പാസ്റ്റ് വരെ മുഴങ്കാലയിലായിരിക്കുന്നത്. അതെ,
ഇപ്പോഴത്തെ ചീഫ് പാസ്റ്റർ എബ്രഹാം അവർകളാ, പള്ളിപ്പാട്ട് ആളൂര് ചീഫ് പാസ്റ്റർ. നമ്മുടെ പാസ്റ്റർ ചീഫ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലായ കാര്യമാണോ അതോ പിന്നെ ഞെട്ടാത്ത? ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ നടത്തിപ്പിലാ പോകുന്നേ, ദൈവ നടത്തിപ്പിൽ. നമ്മളിവിടെ പറയാം നമ്മുടെ കൺവെൻഷന് ഭയങ്കര ആളായിരുന്നു. മദ്രാസിലോട്ട് നീ ഒന്ന് കാണും, ലക്ഷക്കണക്കിന് ആൾ വന്നിട്ട് എന്തൊരു ശാന്തതയും സൗമ്യതയും ഇടപാടും. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു ഇന്ന് എത്ര പേര് ഭക്ഷണം കഴിച്ചു? അപ്പം വേറൊരു പാസ്റ്റർ പറയാ ഇന്ന് 1,85,000 പേര് കഴിച്ചെന്ന്. ഫുഡ് കമ്മിറ്റി ഇല്ല ഇവിടെ. 200 പേർക്ക് ചോറ് കൊടുക്കുന്നതിന് ഫുഡ് കമ്മിറ്റി. അവൻ അവിടെ കിടന്ന് അലയ്ക്ക, തായോ ചേന തായോ, ചേമ്പ് തായോ. അരിയില്ല, മണിയില്ല, തുണിയില്ല, പോടാ. കുത്തിയിരുന്ന് പ്രാർത്ഥിക്ക്, കടന്ന് യാചിക്കാതെ പ്രാർത്ഥിക്കേ. ഒത്തിരി കാര്യം കണ്ടുപിടിക്കാനുണ്ട്. ഏതായാലും സമയം പോയി. ഞാൻ തിരുവല്ലായി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അവർക്ക് ഇഷ്ടമല്ല ഇത് പറയുന്നത്, എങ്കിലും സന്ദർഭം വന്നുകൊണ്ട് പറയാം, അവരോട് ക്ഷമ ചോദിച്ചങ്ങ് പറയാ, 2 വിശ്വാസി കൊണ്ട് 40 യാക്ക് അരി കൊടുത്തെന്ന്. 40 അതും കേട്ടിട്ട് മനസ്സിലായില്ലേ 40 യാക്കെന്ന്? അത് കുറഞ്ഞതാ. 2 വിശ്വാസി. നമ്മൾ 3 അരി കൊടുത്തേച്ച് ബുക്കാൽ എഴുതാൻ നിൽക്കുക. ചാക്കോ തോമ 3 അരി എഴുതരുത്. അത് പിന്നെ കണക്ക് വായിക്കുമ്പോൾ ഇവൻ്റെ 3 അരി വായിച്ചില്ലെങ്കിൽ അതിൻ്റെ പെമ്പള കൊടുവാളെടുത്ത് നിൽക്കുക. നിങ്ങളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ കോളൊന്നും കണ്ടുപാടി പോയി. നീ ദൈവത്തിനാ കൊടുക്കുന്നത്. നിന്റെ സന്തതിക്ക് അത് അനുഗ്രഹമാ, നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹമാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒത്തിരി കാര്യം കണ്ടുപിടിക്കണം. അവര് മുടങ്കാലയിലായിരിക്കുന്നത്. ആരാധനക്ക് എന്തോ പക്തിയാണെന്നറിയാമോ? ചെന്നേ ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് കണ്ടു. തോമസ് അടിച്ചാൻ ഇവിടെ കിടന്നങ്ങ് സങ്കടപ്പെട്ട, കയറിയിരിക്കോ എന്ന്. ആണ്ട് അവിടെ 3 കസേര കിടക്കുക, അത് ഞാൻ കേട്ട്. അന്നേരം 3 കസേര മുന്നിൽ കിടന്നാലും പുറകിരുന്ന് ഇങ്ങനെ നോക്കുക. അവിടെ നീ എന്ന് കണ്ടുപിടി. അതെ, ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് അങ്ങ് നിർത്താം. 1 ദൈവത്തോട് കൂടെ നടന്നു. 2 ദൈവത്തെ പ്രസാദിപ്പിച്ചു. 3 അവൻ തൻ്റെ തലമുറയുടെ നടുവിൽ തനിക്ക് ആയുസ് കുറവായിരുന്നു, പക്ഷേ ദൈവത്തോട് കൂടാ നടന്നത്. 4 ഭക്തികെട്ടവരുടെ നടുവിലാ താൻ വസിച്ചത്. ആ ഭക്തികെട്ടവരുടെ നടുവിൽ വസിക്കുമ്പോഴും താൻ ദൈവത്തോട് കൂടാ നടന്നത്. നിന്റെ ചുറ്റുപാടുമെല്ലാം ഭക്തി കെട്ടവരായിരിക്കും. അവൻ സ്തോത്രം വെറും അവൻ മറ്റു രീതികൾ ജീവിക്കുന്നവരായിരിക്കും. നമ്മൾ അവരല്ല വിഷയം. നമ്മുടെ അവൻ വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്ന യേശുവാ നമ്മുടെ വിഷയം. യേശുവാ നിന്റെ മാതൃക. യേശുവാ നിന്റെ അവൻ നടത്തിപ്പുകാരൻ. നീ യേശുവിനെ നോക്ക്. വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുന്ന യേശുവിനെ നോക്ക്. അവിടുന്ന് രക്ഷാനായകനാ, അവിടുന്ന് ജീവനായകനാ, അവിടുന്ന് വിശ്വാസനായകനാ. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ നായകനാകുന്ന യേശുവിനെ നോക്ക്. ഞാൻ വേഗത്തിലങ്ങ് നിർത്താം. 5 ഈ ഹാനോക്കിന്റെ 5ാമത്തെ പ്രത്യേകത, ഹാനോക്ക് എടുക്കപ്പെട്ടു. ദൈവത്തോട് കൂടെ ഈ ഭൂമിയിൽ നടന്നിട്ട് കൈവിടപ്പെട്ടില്ല, എടുക്കപ്പെട്ടു. 300 കൊല്ലം ദൈവത്തോട് കൂടെ നടന്ന് കൈവിടപ്പെട്ടു പോയില്ല. ദൈവനെ എടുത്തു. അതല്ലയോ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 5ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം. വേഗത്തിൽ നിർത്താം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവത്തിന് മഹത്വം. അവനെ കാണാനായി. ഒരു കാര്യോടെ പറഞ്ഞ ഭാഗം അങ്ങ് നിർത്താം. അടുത്തത് ഹാനോക്കിന്റെ പ്രത്യേകത, മരണം കണ്ടില്ല. ആ തലമുറയിൽ എല്ലാവരും മരണത്തിന് വിധേയപ്പെടുക.
ആനാം മരിച്ചു, ശേത്ത് മരിച്ചു, ഏനോശ് മരിച്ചു, കാനാൻ മരിച്ചു, മഗലേൽ മരിച്ചു, യാരദ് മരിച്ചു, മധൂശലേഖ മരിച്ചു, ലാമക്ക് മരിച്ചു, നോഹ മരിച്ചു. പിന്നിങ്ങോട്ട് തലമുറകളെല്ലാം മരിച്ചു മരിച്ചു മരിച്ചു. പക്ഷേ അവിടെ ഒരുവനെ മാത്രം മരിച്ചെന്നല്ല, അവൻ എടുക്കപ്പെട്ടു. ഇതിനകത്ത് പ്രധാനപ്പെട്ട ചിന്ത, ഈ ദുഷ്ടലോകത്തിൽ അക്രമമുള്ള, അനീതികളുള്ള, വഞ്ചനയുള്ള, ഗുണ്ടായുസമുള്ള, കലാ സാംസ്കാരികമാകുന്ന ഉച്ചസ്ഥായിലെത്തുന്ന ഈ കാലയളവിൽ അത് മറ്റ് ഭക്തി കെട്ടവർ വർദ്ധിക്കുന്ന ഈ കാലയളവിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ദൈവത്തോട് കൂടെ നടക്കണം. നീ ദൈവത്തോട് കൂടെ നടന്നാൽ ദൈവം നിന്നെ കൈവിടുകയില്ല. സമയമാകുമ്പോൾ മരണത്തിനേൽപ്പിക്കാതെ ദൈവം നിന്നെ എടുക്കും. ഹാനോക്ക് പ്രവചിച്ചത്, അത് പറഞ്ഞങ്ങ് നിർത്തുക, വിവരിക്കുന്നില്ല. ഹാനോക്ക് പ്രവചിച്ചത് ഇതാ, 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്നുണ്ട്. യേശു വരാറായി. ആ വരവിനെ പറ്റി ഏത് വരവാന്ന് ചോദിച്ചാൽ കർത്താവാകുന്ന ക്രിസ്തുയേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയാ. യൂദായുടെ ലേഖനം 14-15 വാക്യത്തിൽ മേഘപ്രത്യക്ഷതയല്ല വിഷയം, അത് മഹത്വ പ്രത്യക്ഷതയാ. മേഘപ്രത്യക്ഷത എന്തിന്? വിശുദ്ധന്മാരെ ചേർക്കാം. തിരിച്ച് മഹത്വ പ്രത്യക്ഷത വിശുദ്ധന്മാരെ ചേർക്കാനുമല്ല, മേഘപ്രത്യക്ഷതയിൽ ചേർത്ത് കൊണ്ടുപോയ വിശുദ്ധന്മാരുമായിട്ട് തിരിച്ചു വരുന്നതാണ് മഹത്വ പ്രത്യക്ഷത. ഈ ദൈവത്തോട് കൂടെ നടന്നാൽ, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ, ആയുസ് കുറവാണെങ്കിലും ഹാനോക്കിന്റെ വിശേഷത അത് പറഞ്ഞങ്ങ് നിർത്താം. അതിനിപ്പോൾ ഇന്ന് സമയമേ ഉള്ളൂ. എന്നാലും നിങ്ങൾ തുറന്നേലും സഹകരിച്ചല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, നന്ദി. ഹാനോക്കിന്റെ ഒരു വിശേഷത, കർത്താവ് 1000 വിശുദ്ധന്മാരുമായിട്ട് വരുന്ന. വേദപുസ്തകം പഠിപ്പിക്കുന്ന അഭിഷിക്തരാണല്ലോ എന്നെ കേൾക്കുന്നത്. ഒന്ന്, ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചു. ആയുസ് കുറവായിരുന്നു ആ തലമുറയിൽ. ഭക്തി കെട്ടവരാണ് നടുവിലാ വസിക്കുന്നത്. ഗുണ്ടകളുടെ കൂടെ നടന്നില്ല, ദൈവത്തിന്റെ കൂടെ നടന്നു. മരണം കാണാതെ എടുക്കപ്പെട്ടു, കാണാതായി. ദൈവത്തെ പ്രസാദിപ്പിച്ചു. എടുക്കപ്പെടുന്നതിന് മുന്നേ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന് സാക്ഷ്യം ലഭിച്ചു. ഇങ്ങനെ ഈ മനുഷ്യന്റെ ഒരു വിശേഷത. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷതയെ പോലും ആരും അറിയാതിരുന്ന കാലത്താ ഹാനോക്ക് ക്രിസ്തുയേശുവിന്റെ 2ാം വരവിന്റെ 2ാം ഘട്ടം കണ്ടത്. കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവതരിക്കുന്ന കാര്യം ആ കാലയളവിൽ ശേത്തോ, ഏനോശോ, കേനാനോ, മഹലേലോ, യാരദോ, മധൂശലേഖോ, അവൻ ലാമക്കോ, നോഹയോ ആരും അറിയാതിരുന്നപ്പോൾ, ആർക്കും വെളിപ്പെടാതിരുന്നപ്പോൾ, കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ 2ാം വരവിന്റെ 2ാം ഘട്ടം ഹാനോക്കിന് ദൈവം വെളിപ്പെടുത്തി. നീ ദൈവത്തോട് കൂടെ നടന്നാൽ ആർക്കും വെളിപ്പെടുത്താത്ത ദൈവം നിനക്ക് വെളിപ്പെടുത്തും. നീ ദൈവത്തോട് കൂടെ നടന്നാൽ ദേശത്തിലെ കാര്യം ദൈവം നിനക്ക് വെളിപ്പെടുത്തും. നീ ദൈവത്തോട് കൂടെ നടന്നാൽ നിന്റെ കുടുംബത്തിലെ കാര്യം ദൈവം നിനക്ക് വെളിപ്പെടുത്തും. നീ ദൈവത്തോട് കിടന്നാൽ രാജ്യങ്ങളുടെ കാര്യം ദൈവം നിനക്ക് വെളിപ്പെടുത്തും. ഇന്ന് രാത്രി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു വീണ്ടും വരാറായി. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവിടുന്ന് വീണ്ടും പ്രത്യക്ഷപ്പെടാൻ പോകുക. രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ആത്മസ്നാനം പ്രാപിച്ച്, വേർപാട് പാലിച്ച്, തിരുമേശകെടുത്ത്, കൂട്ടായ്മ ആചരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഹാനോക്കിന് ലഭിച്ച വെളിപ്പാട് ഇന്ന് രാത്രി എല്ലാവരും പ്രാപിക്കട്ടെ. ദൈവത്തോട് കൂടെ നടക്കാം, ദൈവത്തെ പ്രസാദിപ്പിക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈയടിച്ച് ചേർന്ന് പാടി ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. മണ്ണിൽ മൗനമുറങ്ങൂ തന്റെ വിശുദ്ധർ എല്ലാ നിമിഷം, മണ്ണിൽ മൗനമുറങ്ങും കൈയടിച്ച് തന്റെ വിശുദ്ധർ എല്ലാ നിമിഷം. ധ്വനിയിങ്കൽ കാകല ധ്വനിയിങ്കൽ, കാകല ധ്വനിയിങ്കൽ, കാകല ധ്വനിയിങ്കൽ. കടുതടെ ഉയർത്തിടും തിരുമുഖം കാൺമാൻ, കടുതടെ ഉയർത്തിടും തിരുമുഖം കാൺമാൻ. എനിക്കധികം കൊതിയുണ്ട്, എനിക്കധികം കൊതിയുണ്ട്. നിൻമുഖം നിൻമുഖം
ദൈവത്തെ സ്തുതിക്കാം. സമയം മുൻപോട്ട് പോയി കടശയോഗമാ ദൈവദാസന്മാരൊന്നും